10ാം ക്ലാസ് വരെയോ പ്ലസ് വൺ വരെയോ ഒരു എന്താ പറയുക ഭയങ്കര ഇൻ്റലക്ച്വലിൻ്റെ ഒരു ലാഞ്ചനയും കാണിക്കാത്ത പയ്യൻ ആകെ ചെയ്തത് എഫേർട്ട് എടുത്തു, സ്വന്തത്തെക്കുറിച്ച് ഒരു ബോധം വന്നു എന്നുള്ളത് തന്നെയാണല്ലേ, സെൽഫ് മോട്ടിവേറ്റഡ് ആയി എന്നുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ അവള് പറഞ്ഞു ഇങ്ങനെ നീ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഇങ്ങനെ നടന്നു, അവരവിടെ 10-15 മണിക്കൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ വല്ലതും പഠിക്കണ്ടോന്നൊക്കെ ചോദിച്ച്. അവിടെ വന്നപ്പോഴും നിന്റെ മനസ്സിൽ IAS തന്നെയായിരുന്നു. അതെ IAS തന്നെയായിരുന്നു. ഞാൻ IAS കിട്ടൽ അത്ര എളുപ്പമല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. ടോപ്പ് റാങ്കിലേക്ക് എത്തണം എന്നുള്ളത്. ആ ഒരു സാധനം നിനക്ക് പ്രഷറാണോ ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ചലഞ്ചാണോ ക്രിയേറ്റ് ചെയ്തത്? അപ്പം എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് സ്വയം ചോദിക്കാം. അത് പലപ്പോഴും ഇപ്പോൾ ഒരു മോട്ടിവേഷൻ ആയാലും ഒരു ഇതൊക്കെ ആയാലും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിനക്ക് എന്ത് വേണം, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. യു കണ്ടിന്യൂ. ഋതുവിൻ്റെ ആ ഒരു വർഷത്തെ ജേണിയിൽ എപ്പോഴെങ്കിലും ഒരു ലോങ്ങർ പീരീഡ്, ഒരു മോർ ദാൻ 2 days ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയ, പ്രൊഡക്റ്റീവ് അല്ലാത്ത നമ്മൾ മെൻ്റലി ഡൗൺ ആകുന്ന പാർട്ടല്ല ഞാൻ പറഞ്ഞല്ലാതെ ഈ പറയുന്ന അവരുടെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എപ്പോഴെങ്കിലും ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹായ്, ഞാനിത് നമ്മളോട് റിപ്പീറ്റ് ചെയ്തൊരു സ്റ്റുഡൻറ്റിൻ്റെ ഫാദറിനെ കണ്ടു. അപ്പോൾ ഞാൻ മൂപ്പരോട് ഇങ്ങനെ ചോദിച്ചു, എന്താ ഹാപ്പി അല്ലേ ചോദിച്ചപ്പോൾ മൂപ്പര് അൽഹംദുലില്ലാ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മോൻ എന്താണ് എല്ലാ ചോയ്സും കിട്ടിയിട്ടുണ്ട്. NIT അവന് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിട്ടുണ്ട്, ഐസറിലും ഏത് കോഴ്സ് കിട്ടിയായിരുന്നു, IIT കിട്ടിയായിരുന്നു, IAS കിട്ടിയായിരുന്നു. അവന് ഇഷ്ടപ്പെട്ട ആ കോഴ്സ് തന്നെ അവൻ IAS പഠിക്കണം എന്നാണ് ആഗ്രഹം. IAS ചൂസ് ചെയ്തു. NIT കമ്പ്യൂട്ടർ സയൻസ് ഒഴിവാക്കി, IIT ഒഴിവാക്കി, ഐസറുകൾ ഒഴിവാക്കി, IAS എന്ന ഒറ്റ ലക്ഷ്യം എന്താ പറയുക തുടക്കം മുതലേ ആഗ്രഹിച്ച് ആ ലക്ഷ്യം നേടിയെടുത്ത ഋതുൻ സമീറാണ് നമ്മളോടുള്ളത്. ഋതുനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ദീർഘനേരം സംസാരിക്കാം. നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോഴും, പിന്നെ അതേപോലെ തന്നെ phase 1 99+% കിട്ടിയപ്പോഴും, പിന്നെ phase 2 കഴിഞ്ഞപ്പോഴൊക്കെ നീ ഒറ്റ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് IAS പോകണം, റിസർച്ച് ആവണം എന്നുള്ളത്. എപ്പോൾ മുതൽ ഇങ്ങനൊരു ഡ്രീം, ഇത്രമാത്രം ഡ്രീം എപ്പോഴാണ് നിന്നെ ഹോണ്ട് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു സാധനം? അതായത് ഒരു +2 പഠിക്കുമ്പോഴൊക്കെ ഞാൻ കൂട്ടുകാരെ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് കുറച്ചും കൂടി ബാക്കോട്ട് പോവാം. ഒരു ഹൈസ്കൂൾ അതല്ല, സീറ്റിംഗ് അല്ല, ഒരു ഹൈസ്കൂൾ മുതൽ എന്തായിരിക്കും അവസ്ഥ? ഹൈസ്കൂൾ സത്യം പറഞ്ഞാൽ 10 വരെ എനിക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നില്ല. ഇനി എന്താവണം, എന്ത് ചെയ്യണം, ഒന്നുമില്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ അത്രയ്ക്ക് അത്യാവശ്യം ഒരു മോശമായിട്ട് ഫ്രണ്ട് സർക്കിൾ ആയിരുന്നു. ടീച്ചേഴ്സ് നല്ലായിരുന്നെങ്കിലും എൻ്റെ ഫ്രണ്ട് സർക്കിൾ അത്യാവശ്യം ഇങ്ങനെ അത് ചില്ല് ഔട്ട് ചെയ്യുക, വായി നോക്കുക, അങ്ങനെ ഒരു ടൈമിലൊരു കാര്യമായിട്ട് ലക്ഷ്യബോധം ഉണ്ടായിരുന്നില്ല. കളിക്കുക, ചുമ്മാ ആളുകളുടെ. 10ാം സ്റ്റേറ്റ് സിലബസ് തന്നെയായിരുന്നു. അതെ, +2 വരെ 4 തൊട്ട് +2 വരെ സ്റ്റേറ്റ് സിലബസ് തന്നെയായിരുന്നു. അപ്പോൾ +1 എത്തിയപ്പോൾ വല്ല മാറ്റം? +1 എത്തിയപ്പോൾ ഞാൻ സ്കൂൾ തുടങ്ങാൻ +1 അലോട്ട്മെന്റ് വൈകുമല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ പാരന്റ്സ് തന്നെ നീറ്റിന് ചേർത്തി. അവർക്ക് ഡോക്ടറെ കാണാൻ ആഗ്രഹം. അപ്പോൾ അമ്മയ്ക്കും അത്തക്കൊക്കെ അതന്നെ ആഗ്രഹം. അമ്മ നേഴ്സും കൂടിയാണ്. അമ്മ നേഴ്സാണ്. ഒരു 10th +1 ജമ്പ് തന്നെ പലപ്പോഴും ഹൈപ്പായിട്ടാണ് പറയാറ്. നോക്കുമ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ അത്യാവശ്യം എന്താണ് NCERT ലെവലാണ് പഠിപ്പിക്കുന്നത് അവിടെ നീറ്റിന്റെ കോച്ചിങ്. അപ്പോൾ അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഏകദേശം നീറ്റ് ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷെ പിന്നെ സ്കൂളിലൊക്കെ പോയി തുടങ്ങി, ഫ്രണ്ട്സിനെ സംസാരിച്ച് തുടങ്ങി. യൂട്യൂബ് വീഡിയോസ് ഒക്കെ, എനിക്ക് സയൻസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. അതായത് ചെറിയ ചെറിയ വീഡിയോസ് അല്ല, ഇപ്പൊ നിസ്സാരം വെരിറ്റേഷൻ ചാനലുകളൊക്കെ ഭയങ്കര ലെങ്തി ആയിട്ട് വീഡിയോസ്, 3 മണിക്കൂർ ചില വീഡിയോസ്. ഫിലോസഫി. അതെ കുറേ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ എങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഫ്രണ്ട്സിനെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവള് ചോദിച്ചൊരു പോയിന്റ് എത്തിയപ്പോ ഞാൻ +1 കാര്യമായിട്ട് എടുത്തില്ല, +2 തൊട്ട് നീറ്റിന്റെ എന്തായാലും ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. എന്റെ വേറൊരു കൂട്ടുകാരി പറഞ്ഞ് എന്താ പുറ്റിച്ച് മോട്ടിവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് പഠിക്കണം, നീറ്റ് എടുക്കാം. അതെന്താ സാധനം, അതൊന്നും കൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞാല്? അതായത് ഞാൻ ഇങ്ങനെ അവളോട് ചുമ്മാ ചാറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു ഇങ്ങനെ നീ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഇങ്ങനെ നടന്നു, അവരവിടെ 10-15 മണിക്കൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ വല്ലതും പഠിക്കണ്ടോന്നൊക്കെ ചോദിച്ച്. അതുപോലെ വേറൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ, അന്ന് ഞാൻ പറയാടാ, അന്ന് ഞാൻ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു നീറ്റ് പോയിട്ട്. അപ്പൊ നോക്കുമ്പോ എനിക്കൊരു ഫിസിക്സിൽ മാർക്ക് -5 ഒക്കെ വന്നു, -5 180. ആ +2 പഠിക്കുന്ന സമയം എന്നെ കൂട്ടുകാരെ എടാ എനിക്ക് -5 കിട്ടിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അഭിമാനത്തോടെ പറഞ്ഞു. അപ്പൊ അവൻ പുച്ഛിച്ചു. അതേപോലെ ഞാൻ വേറെ എൻ്റെ ഒരു കൂട്ടുകാർ പുച്ഛിച്ചു. അപ്പൊ തോന്നി നീറ്റ് അതായത് ഞാൻ എന്താ കാണിക്കുന്നത് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. അപ്പൊ എന്റെ മനസ്സിൽ വിചാരിച്ചു ഇത് +2 എത്തിയപ്പോൾ +1 എന്തായാലും പോയി. +1 ഒരു 10th +1 വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, ഒറ്റയടിക്ക് അങ്ങനെ പോയതായിരുന്നു. +2 എത്തിയപ്പോൾ എനിക്ക് ഇത് എനിക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ചെയ്യാത്തതുകൊണ്ടാണെന്നുള്ള ബോധം എനിക്ക് എപ്പോഴും ഉണ്ടായത്. അന്നത്തോടെ തുടങ്ങി. പിന്നെ ഞാൻ അടുത്ത ക്ലാസ്സിലോട്ട് പോയി തുടങ്ങിയപ്പോൾ ഒരു ടീച്ചറോട് ഡൗട്ട് ചോദിച്ചു, ഇതെന്താ ഒരു ബയോളജി ഡൗട്ട് ചോദിച്ചു. അപ്പോൾ ബോട്ടറി ടീച്ചർ ചോദിച്ചു, നീ ഡൗട്ടൊക്കെ ചോദിക്കുമോ? അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അയ്യോ ഞാൻ അങ്ങനെ ആയിരുന്നു. അതായത് ക്ലാസ്സിലൊന്നുമില്ലാതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഞാൻ തുടങ്ങി. ഒരു കൈൻഡ് ഓഫ് പഴയ നിന്നോട് ഒരു പുച്ഛമൊക്കെ നിനക്ക് തന്നെ തോന്നി തുടങ്ങി. അതെ ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായി ഞാൻ എത്രത്തോളം അതം വെച്ചാൽ കിടക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ പേര് ഇങ്ങനെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ നോക്കി തുടങ്ങി അത്യാവശ്യം രസമായി തുടങ്ങി. അപ്പൊ ഒരു പോയിന്റ് എത്തി. പിന്നെ വേറൊരു കൂട്ടുകാർ ചോദിച്ചു എന്നോട്, ഒലിവ എന്നവളുടെ പേര്. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, നിനക്ക് ഈ ഫിസിക്സ് ഒന്ന് നോക്കിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല,
ഇല്ല വേണ്ട, നീ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നീറ്റ് തന്നെ മതി, കാരണം വീട്ടുകാരെ നോക്കുമ്പോഴും എനിക്ക് മൊത്തം നോക്കുമ്പോൾ എടുക്കാന്നൊക്കെ വിചാരിച്ചു. അമ്മ നേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും നേഴ്സസിന് ആ ഒരു ഡോക്ടേഴ്സിന്റെ ആ ഒരു പവർ എന്താ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ഫീൽ ചെയ്യും. അതെ അമ്മ എന്നെ ചെറുപ്പം ആശുപത്രിയിലൊക്കെ കൊണ്ടുവരുന്നു, ചെറുപ്പത്തിൽ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ. അപ്പൊ എനിക്ക് പലപ്പോഴും ഹോസ്പിറ്റലിൽ എനിക്ക് എക്സ്പോഷർ ഉണ്ട് ഒരു വിധം. അതെ അതെ ഓക്കെ. അപ്പം ഒലീവിയ ചോദിച്ചു ഫിസിക്സ് എടുത്തൂടെ, അപ്പോൾ പറഞ്ഞു ഫിസിക്സ് എടുത്തോട് ചോദിച്ചാല് നീറ്റിന് പകരം ഗ്രാജുവേഷനിൽ വല്ല ഫിസിക്സ് റിലേറ്റഡ് സാധനത്തിലേക്ക് പോയിക്കൂടെ എന്നുള്ളത്. ഓക്കെ, അപ്പോഴും നീ പറഞ്ഞു ഇല്ല മോളെ, എന്റെ അച്ഛന്റെ അമ്മേന്റെ ആഗ്രഹം നീറ്റാണെന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷെ ഒരു ചോദ്യം, അവളെന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവാം? അതായത് അവിടെ നിന്ന് ചോദിക്കാൻ ഞാൻ ഇടയ്ക്ക് ചുമ്മാ ഇങ്ങനെ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ചുമ്മാ ക്ലാസ് ഒക്കെ എടുത്തൊരുക്കായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു നിസ്സാരത്തിൽ അവൻ ഇങ്ങനെ പറയും, അപ്പൊ അതിനടുത്ത് കോപ്പി അടിച്ച് ക്ലാസ് കൊണ്ട് പറയും. നമുക്ക് ഇഷ്ടമായ കാര്യം വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പൊ ഞാൻ വേറെ കുട്ടി എന്താണ് ഇപ്പൊ സതീത ആയാലും എന്റെ ഫ്രണ്ട് സർക്കിൾ അത്ര വലുതല്ല, കുറച്ചുപേരുള്ളൂ. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സതീത എടുത്താൽ ഫിലോസഫിയെ കുറിച്ച് സംസാരിക്കും, ഫവാസ് എടുത്താൽ രാഷ്ട്രീയം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, വലിയ എടുത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് കിട്ടിയത് സത്യം ഒലീവ പറഞ്ഞപ്പോഴും നീ തീരുമാനം മാറ്റിയിട്ടില്ല? ഇല്ലല്ല. ആൻഡ് എനിക്ക് തോന്നുന്നത് നീറ്റിന് ക്രാഷിന്റെ സമയത്തൊക്കെ സീരിയസ് ആയി പഠിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. കുഴപ്പമില്ലാത്ത റാങ്കും ഉണ്ടായിരുന്നില്ല. മാർക്ക് എത്രയായിരുന്നു? എനിക്കന്ന് 2024 642. 642 എനിക്ക് തോന്നുന്നൊരു 8 മാർക്കിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിനക്കൊരു ഓൾ ഇന്ത്യ കോട്ടയിൽ മിസ്സായിട്ടുണ്ടാവാം. ഓക്കെ, അപ്പം പിന്നെ അപ്പോഴും അതായത് നീറ്റ് എഴുതുമ്പോഴും നീറ്റ് ഡോക്ടർ ആവണം തന്നെയാണ് ആഗ്രഹം. എപ്പോഴപ്പോൾ ഈ എഞ്ചിനീയറിങ്, IISc, IIT അല്ലെങ്കിൽ JEE എന്നൊക്കെയുള്ള ഷിഫ്റ്റ് വന്ന്? അതിലോട്ട് ഞാൻ നീറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുവിധം അതായത് കുറെ ഇങ്ങനെ നോക്കുമ്പോൾ കുറെ കാണാപ്പാടം പഠിക്കാനുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പൊ ബയോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും അതിൽ പഠിക്കാനുണ്ട്. ഈ വർഷത്തെ പേപ്പറല്ലേ പറയുന്നത്, പൊതു ജനറൽ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ അതായത് കാര്യമായിട്ടൊന്നും ഇല്ല അതിൽ, ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ മുമ്പ് കണ്ടപോലെ ചിന്തിക്കേണ്ടതോ ഒന്നേ കാര്യങ്ങളില്ല. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ വീട്ടുകാരൊക്കെ പറഞ്ഞു വേറെ വിടാൻ താല്പര്യമില്ല, എന്നെ ഡോക്ടർക്ക് നല്ല താല്പര്യം. അപ്പൊ റിപ്പീറ്റ് ചെയ്യാൻ പൊക്കോ, നീറ്റിന് പോവുക, അതായത് എവിടെയും നല്ല സ്കോളർഷിപ്പോടെ പഠിക്കാൻ പറ്റുമല്ലോ. വീട്ടുകാരെ റിപ്പീറ്റ് നോക്കാൻ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പിന്നെ അപ്പോഴാണ് ഒലീവ പറഞ്ഞ് തിരിച്ചെടുത്തത്. അത് അന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കിത് പൊക്കൂടെ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അതല്ലേ കുറച്ചുകൂടെ നല്ലത്, കുറച്ച് ചിന്തിക്കുക, നമുക്ക് വർക്ക് ചെയ്യാം. അത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫിസിക്സ്, മാത്സ് ആ ഭാഗത്തേക്ക് എനിക്ക് പഠിക്കാൻ പറ്റും, കുറെ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ അത് ആലോചിച്ചപ്പോൾ ഓക്കെ അതല്ലേ എനിക്ക് വേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ റെഡി ആയി. ഇവിടെ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ +2 സീരിയസ്ലി എൻട്രൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. 642 എന്ന് പറഞ്ഞാൽ മറ്റേത് വർഷവും ഷുവർ MBBS സീറ്റ് ആയിരുന്നു. 2024 അതും ജസ്റ്റ് മിസ്സാണ്. അപ്പം +2 പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ നല്ല സ്കോറിലേക്ക് എത്താനും നീറ്റൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ട് തന്നെയാണല്ലേ നിൻ്റെ ഇതൊന്നും മനസ്സിലായി. എസ്പെഷ്യലി 10ാം ക്ലാസ് വരെയോ +1 വരെയോ ഒരു എന്താ പറയുക ഭയങ്കര ഇൻ്റലക്ച്വലിൻ്റെ ഒരു ലാഞ്ചനയും കാണിക്കാത്ത പയ്യൻ ആകെ ചെയ്തത് എഫേർട്ട് എടുത്തു, സ്വന്തത്തെക്കുറിച്ച് ഒരു ബോധം വന്നു എന്നുള്ളത് തന്നെയാണല്ലേ, സെൽഫ് മോട്ടിവേറ്റഡ് ആയി എന്നുള്ളത് തന്നെയായിരിക്കും കാര്യം. അപ്പം ചുരുക്കി പറഞ്ഞാൽ നീറ്റിൽ നിന്നും JEEലേക്ക് അല്ലെങ്കിൽ എൻജിനീയറിംഗ് എന്നുള്ള മേഖല സയൻസിലേക്ക് മാറുന്നത് ഒലീവിയ, നിസാരം, വെറിറ്റാസിയം, ഇവർ മൂന്നാലായിരിക്കും അല്ലേ? ഓക്കെ, നിസാരത്തിൽ അവന്റെ പേര് അനന്തരാമൻ, അവൻ ബിറ്റ്സ് പിലാനിയാണ്. നിഷാദ് സാർ പറഞ്ഞു സാറിന് പേഴ്സണൽ അറിയാം, വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അനന്തരാമൻ എന്തായാലും എന്തെങ്കിലും നീ ഒന്ന് പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ഷിഫ്റ്റ് ഭയങ്കര ഇതാണ്. ഇത് വീട്ടിൽ പറഞ്ഞപ്പോൾ ഷുവർലി എന്നോട് അത് ചീത്ത പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് ആഗ്രഹമുണ്ട്, അത് എനിക്ക് അറിയുകയും ചെയ്യാം. വീട്ടിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു ആണോ നല്ലതാണോ അന്വേഷിച്ചു. അപ്പോഴും പറയണ്ടേ ഏതാ നോക്ക്, ഇങ്ങനെയാണ് വീട്ടിനടുത്ത് വർക്ക് ചെയ്യാം, വീട്ടിനടുത്ത് കോളേജ് ഉണ്ട്, നിനക്ക് സുഖമായിട്ടിരിക്കാം, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മതി, അങ്ങനെ ഇതിന്റെ പോസിറ്റീവ്സ് ഒക്കെ പറഞ്ഞു. ഇതൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഇപ്പോൾ സംസാരിക്കാണ്ട് കാര്യം എനിക്ക് ഒന്നും അന്വേഷിക്കണം, ഇതിന്റെ കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ എനിക്ക് അന്വേഷിച്ചാലും വീട്ടുകാരെ പറയാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞു അപ്പോൾ അല്ല ഇതിങ്ങനെ ഉണ്ട്. അന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട് ഈ CUT പറ്റി ഞാൻ ഓർമ്മ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ റിസർച്ച് എന്ന രീതിക്കല്ല, ഈ ഒരു BS ഡിഗ്രി, അതായത് CUT പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഡൽഹി, ഹൈദരാബാദ് അതൊക്കെ പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് അത്ര കൺവിൻസിങ് ആയില്ല. എന്തോ ഇത് സാധാരണ ഡിഗ്രി തന്നെയല്ലേ, എന്തിനാണ് ഇങ്ങനെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തിന് വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ടോക്കൊക്കെ വന്ന സമയത്ത് അപ്പോഴാണ് എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മാതൃഭൂമി പേപ്പറിൽ ഒരു കട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു, ശാസ്ത്രീയ ഗവേഷണ മേഖലയിലുള്ള ഉന്നത സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ പേജിൽ കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തേക്ക് ഇത്ര നാൾ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഫാദർ അച്ഛൻ. അപ്പോൾ അത്തങ്ങനെ എടുത്ത് അപ്പോൾ അത്തേക്ക് അതാ ഓർമ്മ, പണ്ടൊരു ഫയൽ എടുത്തിട്ടുണ്ട്. കാര്യം അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പോകണമെന്നൊരു തോന്നൽ തോന്നി. വെട്ടി വെച്ചിട്ടുണ്ട് പേപ്പറിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് എൻ്റെ കാണിച്ചു തന്നു. അതായത് അപ്പൊ ഞാൻ നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ഉണ്ട് പേരാണ് IISc എന്ന് പറഞ്ഞപ്പോൾ ബാംഗ്ലൂരുള്ള കോളേജാണ്. തൊട്ടാഴ് ബിറ്റ്സാറ്റ് ഉണ്ട്, അതിന്റെ അപ്പുറത്ത് ISI, പിന്നെയാണ് ഐസർ ഒക്കെ അവിടെ കണ്ടത്. അപ്പൊ ഇതിലൂടെയാണ്
ഓ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് തന്നെ അതായിട്ട് അറിയണത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? ഓക്കെ. അതുപോലത്തെ പിന്നെ CMI, അതേപോലത്തെ ടോപ്പ് നോച്ച് സ്ഥാപനങ്ങളില്ലേ, അങ്ങനെ നോക്കിയപ്പോഴാണ് അതായിട്ട് ഇങ്ങനെ ഫീൽഡ് ഉണ്ടെന്ന് അറിയുന്നതും. പിന്നെ അതിനെ അന്വേഷിച്ചിട്ട് അവിടെ പഠിച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യാം, എന്താണ് പഠിക്കാനുള്ളത് ഞാൻ അറിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് മുൻകൈ എടുത്ത് എന്തൊക്കെ എക്സാം എഴുതുന്നുണ്ടെന്ന് ഞാൻ ഒന്ന് ചാർട്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ വീട്ടിൽ പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി ഒരു നല്ലതാണ് എന്ന് തോന്നി. പിന്നെ എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു, ഞാൻ അവിടെ പോയി നല്ലതാവും എന്നുള്ളൊരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് ഞാൻ വിട്ടു. അപ്പോൾ ശരിക്ക് നീ JEE ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അപ്പോൾ ജോയിൻ ചെയ്തത് എഡ്യൂപോർട്ടിലൊക്കെ? ഫസ്റ്റ് ബാച്ചിലൊന്നും ആവാൻ ചാൻസ് ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ ഫസ്റ്റ് ഓൺലൈനാണ് ചൂസ് ചെയ്തത്. അന്ന് എനിക്ക് എന്തോ അപ്പോഴും നീറ്റ് റിസൾട്ട് വന്നിട്ടാണ് ഈ ഡിസിഷൻ ഒക്കെ എടുക്കുന്നത്. എങ്ങനെ കിട്ടും എന്നുള്ള രീതിക്ക് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ മാത്രം ഓൺലൈൻ ചൂസ് ചെയ്തു. മനസ്സിലായി. ഓക്കെ ഫൈൻ. അപ്പം അവിടെ വീണ്ടും അടുത്തൊരു പോയിന്റ് ഉണ്ട്. ആദ്യത്തെ ഒരു മാസവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലല്ലേ? അതായത് എനിക്കിപ്പോൾ തോന്നുന്നത് ആ ജേണി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഇപ്പോൾ ഏത് ജേണി ആണെങ്കിലും ആ ജേണി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുകയാണെങ്കിൽ എപ്പം നമ്മൾ തുടങ്ങി എന്നുള്ളത് അതിന് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല തോന്നുന്നില്ലേ? അപ്പം നിൻ്റെ ഈ ടൈം ലൈൻ പറയുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇപ്പം എന്തായാലും ജൂലൈയിലാണ് ജൂണിലാണ് എന്ത് വന്നത്, നീറ്റിൻ്റെ റിസൾട്ട് വന്നത്. എന്നിട്ട് നീ ഒരു 10-15 ദിവസമൊക്കെ ഈ റിസർച്ച് പാർട്ടിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജൂലൈയോട് കൂടിയൊക്കെ ആയിരിക്കും മിക്കവാറും JEE സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ അവസാനമൊക്കെ ആയിരിക്കും വന്നത്. അപ്പം നമ്മളെ ഫസ്റ്റ് ബാച്ചുകളൊക്കെ മെയ്യിലൊക്കെ തുടങ്ങി. അപ്പം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ചിലപ്പോൾ 4 മാസം ലേറ്റ് ആയിട്ടൊക്കെ ആണെങ്കിലും അവസാനം എന്താണ്, നീയാണ് ടോപ്പിലേക്ക് എത്തുക. അത് ക്യാമ്പസിലുള്ള നിന്റെ എഫേർട്ടും കാര്യങ്ങളൊക്കെയാണ്. ചേരാൻ കാരണം വേറെ കോമഡി ഉണ്ട്. കോമഡി അല്ല, ഐ മീൻ ഉള്ള കാര്യമാണ്. ഞാൻ കൂട്ടാൻ ഫവാസ് ഇല്ലേ, അവനാണ് സത്യം പറഞ്ഞ +2 പഠിച്ചപ്പോൾ തന്നെ JEE വേണമെന്നുള്ള രീതിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവനൊരു അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല +1 സമയത്ത്. അപ്പൊ റിപ്പീറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷൻ വന്നിരുന്ന സമയത്ത് അവന് കീം അത്യാവശ്യം റാങ്ക് എടുത്തത്. പക്ഷെ അത് JEE മതി എന്ന രീതിക്ക് അവൻ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എജുപോർട്ടിൽ ഇങ്ങനെ ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട്, സൂപ്പർ തീരെ ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട്. എന്നിട്ട് നീയും ചേർന്നോ ഞാനും വരുന്ന രീതിക്ക് എന്നെയൊക്കെ വിളിച്ച് അവനെല്ലാം റെഡി ആയിട്ട്. മുങ്ങിയതല്ല, അവന് അസുഖം വന്നു, വയറിന് എന്തോ ഒരു പ്രശ്നം വന്നു, എന്തോ ഒരു കാര്യമായിട്ട് എന്തോ പറ്റി. അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. അതെ, അവൻ വന്നിട്ട് ഉറപ്പായും കിട്ടുമായിരുന്നു. അവന്റെ കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ് തന്നെ അടിപൊളിയാണ്. NSS പാലക്കാട് സയൻസ് ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവനിപ്പോ എന്റെ കൂടെ ഉണ്ടാവണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടെ നേരത്തെ ചിലപ്പോൾ നീയും വരൂലായിരുന്നു. ഐ മീൻ അവൻ വരുന്നില്ല എന്നുള്ളത് തുടക്കത്തിൽ മനസ്സിലായിട്ടുണ്ട്. ഇതാ ഓരോ നിമിത്തങ്ങൾ എന്നൊക്കെ പറയുന്ന ടേണിംഗ് പോയിന്റുകൾ എന്ന് പറയുന്നത് ഭയങ്കര ആലോചിക്കുമ്പോൾ നല്ല രസമുള്ള സംഭവം തന്നെയായിരിക്കും അല്ലേ? ഓക്കെ. അപ്പം അവിടെ വന്നപ്പോഴും നിന്റെ മനസ്സിൽ IISc തന്നെയായിരുന്നു? IISc തന്നെയായിരുന്നു. ഞാൻ IIScയിൽ കിട്ടൽ അത്ര എളുപ്പമല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. ടോപ്പ് റാങ്കിലേക്ക് എത്തണം എന്നുള്ളത്. ആ ഒരു സാധനം നിനക്ക് പ്രഷറാണോ ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ചലഞ്ചാണോ ക്രിയേറ്റ് ചെയ്തത്? ഹൗ ഡിഡ് ദാറ്റ് ഹെൽപ്പ്? അതായത് ഇപ്പം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് കീമു മതി എന്നുള്ളൊരു ചിന്ത വന്നാൽ, CET മതി എന്നുള്ള ചിന്ത വന്നാൽ ഭയങ്കര എളുപ്പമുള്ള പരിപാടി റിപ്പീറ്റ്. NIT കിട്ടിയാൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് IIT കിട്ടണം എന്ന് പറയുമ്പോൾ വീണ്ടും IISc കിട്ടണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു ബിഗ് ഹിമാലയൻ ടാസ്ക്കാണ് നിൻ്റെ മുന്നിലുള്ള. പ്രത്യേകിച്ച് സ്റ്റേറ്റ് ബോർഡിൽ +2 വരെ പഠിച്ചു, 10ാം ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, +1 നീറ്റിന് പോകണമെന്ന് വിചാരിച്ച് ഉഴപ്പി, +2 നീറ്റിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തത്. നീറ്റും JEEയും തമ്മിൽ വൻ വ്യത്യാസമുണ്ട്. ജൂലൈ എൻഡിലാണ് നീ ജോയിൻ ചെയ്തത്. അപ്പം അതെന്തായിരുന്നു, പ്രഷറായിരുന്നോ അല്ലെങ്കിൽ ഒരു തരം വാശിയായിരുന്നോ? ഇല്ല, പ്രഷറും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഇത് അത് എനിക്കറിയാം, അത് ഞാൻ പറഞ്ഞവരൊക്കെ പറയുന്നത് ഭയങ്കര സാറ് പറഞ്ഞത് ഹിമാലയൻ ടാസ്ക് ആണ്. പക്ഷെ അത് എനിക്ക് ഒരു ട്രൈ നോക്കിയില്ലേ, ഗിവ് ഇറ്റ് എ ഷോട്ട്, നിഷാദ് സാർ പറയുന്ന പോലെ. അതേ ചാൻസ് നോക്കാം, എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം, അത്ര എൻ്റെ മനസ്സിലുള്ളൂ. എൻ്റെ ഇപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്കാവുമെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ റൂമിൽ അനുരാജ് വെക്കണം. അപ്പൊ ഞാൻ അവന് തന്നെ IISc റിസർച്ച്, അതുകൊണ്ട് ഉള്ള കൂട്ടിന് കിട്ടിയതുകൊണ്ട് എനിക്ക് ഒരു പ്രഷറോ സ്ട്രെസ് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് എനിക്ക് കൺസ്റ്റന്റ് വർക്ക് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ അതായിരുന്നു. അത് എക്സ്ട്രാ മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയില്ലേ. അപ്പൊ എൻ്റെ മുന്നിലുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, IISc തന്നെ വേണം, അതിന് വേണ്ടി പഠിക്കണം, അതിന് വേണ്ടി ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ. അഡ്വാൻസ് കിട്ടി IISc പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇരുന്നത്. അതുകൊണ്ട് പ്രഷർ സ്ട്രെസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു ചലഞ്ചായിരുന്നു എൻ്റെ മുന്നിൽ. അതായത് എന്തായാലും ഒരു കേക്ക് വാക്കല്ല, കൺസിസ്റ്റന്റ് പണിയെടുക്കുക, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പം ഈ IISc എന്നുള്ള മോട്ടിവേഷനിൽ IISc എന്നുള്ള സാധനം ഉണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ ലൈഫ്, അവിടുത്തെ അങ്ങനെ ഒരു പാർട്ട് നീ റിസർച്ച് നടത്തി ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീ ചെയ്യാറുണ്ടോ? ക്യാമ്പസ്, ഇപ്പോൾ പൊതുവെ കുട്ടികൾ ക്യാമ്പസ്, ഇപ്പം ചില കുട്ടികളൊക്കെ പറയും അവിടുത്തെ ഓണം സെലിബ്രേഷനൊക്കെ ഭയങ്കര അടിപൊളി, അതുകൊണ്ട് അവിടെ ജോയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. ഇപ്പം LPUവിനെ കുറിച്ചൊക്കെ ഒരു കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
LPUവിൽ എനിക്ക് ജോയിൻ ചെയ്യണം, അത് അവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇല്ല? ഇല്ല എൻ്റെ ഒറ്റ ലക്ഷ്യം റിസർച്ച്. അതെ അതെ. ഓക്കെ. ഇപ്പം ഞാൻ ഈ കേസിൽ ഞാൻ നിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈസിയസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ജോലി കിട്ടണം, അങ്ങനത്തെ എൻ്റെ ഒരു ഡ്രീമിലും ഒരിക്കലും എന്തുണ്ടായിരുന്നില്ല, IAS ഉണ്ടായിരുന്നില്ല, ഈവൻ MTech പോലും എന്തില്ല എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ്? അത് നീ വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്നതാണോ, അല്ലെങ്കിൽ ലൈക്ക് ദ കോർപ്പറേറ്റ് ലൈഫ്, ജോലി, അങ്ങനത്തെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുക്കുക, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവുക, കുറേ കാശ് ഉണ്ടാക്കുക, ബാംഗ്ലൂർ വർക്ക് ചെയ്യുക, ശനി ഞായർ ദിവസങ്ങൾ പബ്ബ് പോവുക, അങ്ങനത്തെ ഒരു അതിൽ നിന്ന് ഈ റിസർച്ച് മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? അതെ, എനിക്ക് ഞാൻ മുമ്പ് ഇങ്ങനെ സിനിമകളും മറ്റു കുട്ടികളെ സംസാരിച്ചപ്പോൾ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ചുറ്റും ചെയ്യിക്കാരനെയാണ്. അവർക്ക് എനിക്ക് ഒരു അറിയാം ഇതിൽ പോസിറ്റീവശങ്ങളുണ്ട്, പക്ഷെ എനിക്കെന്തോ അതിനോട് അങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ല. അതിൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു പാട്ട് ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് പേഴ്സണലി. എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഇത്തരത്തിലുള്ള ബേസിക് സയൻസസ്, ഇങ്ങനെ ഒരു എന്തേ തുള്ളി ഇങ്ങനെ അതിലിട്ടിച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ നോക്കി പിന്നെ എന്തേ മാറ്റം കാണാം, അങ്ങനെ മീൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നീ ആലോചിച്ചിട്ടുണ്ടോ? ഐ മീൻ എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കുന്നത്, പിന്നെ എന്നിട്ട് നിന്റെ പേര് വരുന്നത്, നോബൽ സമ്മാനം കിട്ടുന്നത്, അത് ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ എന്റെ മുന്നിൽ അങ്ങനെ ഒരു ഇതില്ല. കാര്യം എന്റെ മുമ്പിൽ ഇങ്ങനെ കുറെ, ഞാൻ ഇപ്പോ ഭയങ്കര ഒബ്സർവേഷൻ ഞാൻ വളരെ പൂറാന്ന് എനിക്കിപ്പോ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭയങ്കര പ്രൊഡക്റ്റീവ് എഫിഷ്യന്റ് ആയിട്ടും എന്നെ കുറച്ചുകൂടി, അതായത് കുറച്ചുകൂടി മെച്ചപ്പെടണം എന്നുണ്ട് തോന്നുന്നത് എനിക്ക്. കുറെ മനസ്സിലായില്ല, എന്താ വെച്ചാൽ അതിപ്പോ ഞാൻ കുറെ വീഡിയോസ് കാണുമ്പോഴും പലരും, ഇപ്പൊ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതാ, അതൊരു പാല് ചായ ഒഴിക്കുമ്പോ ഇങ്ങനെ പത ബക്കിലോട്ട് പോയില്ല, അതായത് നടുക്ക് ഇങ്ങനെ ഒരു ചായ ആയിരിക്കും കിട്ടുക, പതയൊക്കെ എല്ലാം അറ്റത്തോട്ടായിരിക്കും കിട്ടുക. അങ്ങനെ ഇതുപോലെ നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ ചെറിയൊരു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനെ ഒരു ഒബ്സർവേഷൻ ശരിയാണല്ലോ, ഞാനും അത് ആലോചിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനത്തെ ഒബ്സർവേഷൻ സ്കില്ല് നിനക്ക് ഇല്ല എന്നാണ് ഇപ്പൊ തോന്നുന്നത്, പക്ഷെ അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അപ്പാർട്ട് ഫ്രം IAS പഠിക്കല്ലാതെ ഈ റിസർച്ചിന്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഡ്രീം എന്താ നീ കണ്ടത്? നെക്സ്റ്റ് ലെവൽ ഓഫ് ഡ്രീം എന്ന് പറയുമ്പോൾ എനിക്ക് ടീച്ചിങ് ഇഷ്ടമുള്ള സംഭവമാണ്. ഓക്കെ. അതായത് ഇപ്പൊ ഒരു റിസർച്ചിനൊപ്പം എനിക്ക് ഞാൻ പഠിക്കുകയും ചെയ്യണം. ഒലീവിയ അവളൊക്കെ പഠിപ്പിച്ച ഇപ്പൊ തന്നെ നിനക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ? അവൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം, ഞാൻ പിന്നെ അവൾക്കൊരു അറിയാമായിരിക്കും, പക്ഷെ ടീച്ചിങ് ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് കുറെ കാര്യം പഠിക്കാനോ പഠിച്ച കാര്യങ്ങൾ ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആഗ്രഹം എനിക്ക് ഇപ്പോഴുണ്ട്, ഇപ്പോഴുണ്ട്. അതൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പം IISc അവിടെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇൻ്റഗ്രേറ്റഡ് PhD വരെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അപ്പം BS കഴിയുന്നു, എന്നിട്ട് ഇൻ്റഗ്രേറ്റഡ് PhD അവിടെ തന്നെ തീരണം എന്നാണോ, അല്ലെങ്കിൽ ക്യാൻ വി ഫൈൻഡ് യു ഇൻ സംവെയർ ലൈക്ക് സ്റ്റാൻഫോർഡിലൊക്കെ, എന്റെ ക്യാംബ്രിഡ്ജിലോ അവിടെ തന്നെ ഇന്റഗ്രേറ്റഡ്, അതായത് അവിടെ ഇന്റഗ്രേറ്റഡ് PhD അവിടെ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ പുറത്തു പോകാനാണ് താല്പര്യം, വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലോട്ട് പുറത്തു പോകാന്ന് വെച്ചാൽ അവിടെ പഠിപ്പിക്കാനോ പോസ്റ്റ് ഡോക്കിനൊക്കെ പുറത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ചോദ്യം അവിടെ ഉണ്ട്, അതായത് വെൻ വിൽ യു മേക്ക് മണി എന്നുള്ളത്. അപ്പം ഒബ്വിയസ്ലി ഈ അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ മുതൽ സ്റ്റൈപ്പൻഡും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അതല്ല നിനക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന എമൗണ്ട്. എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് സംവെയർ ലെസ് ദാൻ 1 lakh അല്ലേ, ദാറ്റ് ടു ആഫ്റ്റർ 3 to 4 years. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ചോദ്യം നിൻ്റെ മുന്നിലില്ലേ? അതായത് കാശ് കാരണമാവണം, നല്ല കാറ് വാങ്ങണം, വീട്ടിൽ ഇപ്പം വീടിൻ്റെ അവസ്ഥ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 2 ആൾക്കും ജോലിയുണ്ട്. അപ്പം വലിയ വീടെടുക്കുക, അല്ലെങ്കിൽ കുറേ ആൾക്കാർ, അപ്പം അങ്ങനത്തെ ഒരു പാർട്ടിലേക്ക് നീ എത്തും എപ്പോൾ? മേ ബി ഒരു 10 years ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം അത് നിന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു സാധനമല്ലേ? അതായത് ഇപ്പൊ ശരിയാണ്, നമുക്കിപ്പോൾ നല്ല രീതിക്ക് ജീവിക്കാനും നല്ല രീതിക്ക് സമ്പാദിക്കണം എന്നുള്ളത്. IIT ഒരു അഡ്മിഷൻ എടുക്കലായിരുന്നു. ഓക്കെ. അതിന് പകരം ഇത് ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ എനിക്കൊരു ഫിനാൻഷ്യലി എനിക്ക് അവിടെ, അതായത് സ്റ്റൈപ്പൻഡ് കുറവാണെന്നുണ്ടെങ്കിൽ, കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്നുണ്ടെങ്കിലും, പക്ഷെ എനിക്കതുകൊണ്ട് എനിക്കും എൻ്റെ ഫാമിലിക്കും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന അങ്ങോട്ട് കിട്ടുന്ന എനിക്കൊരു ഇത് ഉറപ്പുണ്ട്. കറക്റ്റാണ്. അതായത് നിനക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള പൈസ അവിടെ നിന്ന് കിട്ടും, പക്ഷെ ഇറ്റ് വിൽ നോട്ട് മേക്ക് യു റിച്ച്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം നിനക്ക് ഒരിക്കലും ഇല്ല? അതായത് ലൈക്ക് ഒരു ബുഗാട്ടി അല്ലാതൊക്കെ പോട്ടെ, ഒരു മെഴ്സിഡസ് വാങ്ങണം, അല്ലെങ്കിൽ ഫോണാണെങ്കിൽ ഐഫോൺ, ലൈക്ക് ഐഫോൺ ഇപ്പോൾ ആർക്ക് EMI വാങ്ങാൻ പറ്റും, എന്നാലും റിയലി നമുക്ക് വാങ്ങണമെങ്കിൽ യു ഹാവ് ടു ഹാവ് സർട്ടൻ ലെവൽ ഓഫ് ഇൻകം. അപ്പം അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും ഉണ്ടായില്ല? അങ്ങനത്തെ ആഗ്രഹങ്ങൾ എനിക്ക് ഇതുവരെ ഇല്ല, കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു 8-10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഐ വിൽ ബി ഫിനാൻഷ്യലി സ്റ്റേബിൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. റിതിന് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള
എന്താ വലുതായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹം എന്താ? ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് തിങ് എന്താ? മോസ്റ്റ് എക്സ്പെൻസീവ് തിങ് ഞാനങ്ങനെ എനിക്കങ്ങനെ ഇല്ല, എനിക്കങ്ങനെ വലിയൊരു ആഗ്രഹങ്ങളും കാര്യങ്ങളും ഇല്ല. സീരിയസ്ലി എൻ്റെ മനസ്സിലില്ല. ഓക്കെ. ആൻഡ് എക്സ്പെൻസീവ് പോട്ടെ, ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വാങ്ങണം എന്നുള്ള ആഗ്രഹങ്ങൾ. ഇപ്പം ഞാനിപ്പം പണ്ട് നീ കണ്ടിട്ട് ഈ ഒളിമ്പ്യൻ, നീ പഴയ സിനിമ കാണും, ഒളിമ്പ്യൻ അന്തോണിയാട്ടം കണ്ടിട്ടുണ്ടോ? അതിലൊരു പയ്യൻ ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പം എൻ്റെ ഒരു കുട്ടിക്കാലത്താണത്, എനിക്ക് എത്ര വയസ്സെന്ന് ഓർമ്മയില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ചെയ്യണം എന്നുള്ളത്. അപ്പം ഈ അടുത്ത് ഒരു 2-3 months മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ അതേപോലത്തെ ഒരു വീഡിയോ റാൻഡംലി എനിക്ക് വന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് കൊള്ളാമല്ലോ. ഞാൻ നേരെ ഡെക്കാത്ലോണിൽ പോയിട്ട് സ്കേറ്റിംഗ് ഷൂവും ഹെൽമെറ്റും ഒക്കെ കൂടെ ഒരു 15,000 രൂപയുടെ സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ട്രൈ ഒക്കെ ചെയ്തു. അപ്പം അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളുണ്ട്. അപ്പം എനിക്കത് അന്നത്തെ ഒരു ആഗ്രഹം ഇപ്പം അത്യാവശ്യം കുറച്ച് പൈസയും കൂടി അപ്പോൾ ട്രിഗർ ആയതാണ്. ലൈക്ക് ഇറ്റ് കോസ്റ്റ് സം 15,000. പക്ഷെ എന്നാലും ഇറ്റ്സ് ഓക്കെ, കൗതുകത്തിൻ്റെ ഒരു വില എന്നുള്ള രീതിയിൽ വാങ്ങി വെച്ചാണ്. വൈഫൊക്കെ ചീത്തൊക്കെ പറയുന്നുണ്ട്. എന്നാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക്? ഇങ്ങനെ മറ്റേ VR ഗ്ലാസസ് ഇല്ലേ, മെറ്റാ ഗ്ലാസ് ഒക്കെ വരുന്ന ആ സമയം എനിക്ക് ഭയങ്കര, അതായത് ഇങ്ങനെ ചെറുപ്പത്തൊക്കെ ഇങ്ങനെ ഈ അവഞ്ചേഴ്സ് ഒക്കെ കാണും, അയൺമാൻ്റെ കാണും, അതായത് ഇങ്ങനെ നോക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ കാണാൻ പറ്റുന്ന ആ സംഭവം എന്തായാലും വൈകാണ്ടത് വരും. അപ്പോൾ ആ ഒരു സംഭവം യൂസ് ചെയ്ത് എങ്ങനെയായിരിക്കും എനിക്ക് ലോകത്ത് ഓരോരുത്തരിപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ഈ കാണുന്ന ലോകം തന്നെ ഫുള്ള് മാറിപ്പോയില്ല. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ. വേറെ അങ്ങനെ കാര്യമായിട്ട് കൗതുകം എപ്പോഴാണ് വാങ്ങാൻ പോകുക VR ഗ്ലാസ്? ഒരു ടാർഗറ്റ് ഇടുകയാണെങ്കിൽ ഒരു എപ്പോഴാണ് ഒരു 5-7 years കഴിഞ്ഞു. ഓക്കെ. 7 years ഒക്കെ ഉണ്ടല്ലേ? അപ്പോഴേക്കും മൊത്തത്തിലൊരു ഇമ്പ്രൂവ്മെന്റ് വേറെ ചിലപ്പോൾ നമ്മൾ വെറുതെ വിചാരിച്ചാൽ മതിയായിരിക്കും. പ്ലീസ് എനേബിൾ VR. ഇപ്പൊ മറ്റേ ഇഷ്ടേ കട്ടോലത്തെ സാധനം ഇറക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ചുകൂടി നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. ട്രൂ. IIT-യിലൊക്കെ പോകുന്നു, അല്ലെങ്കിൽ IISc വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കുറേ ആൾക്കാർ വട്ടാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ എന്തായാലും ഉണ്ടാവും. കാരണം NIT കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഐസർ കിട്ടിയിട്ടുണ്ട്, IIT കിട്ടുമായിരുന്നു. ഇതൊന്നും എടുക്കാതെ നീ IAS-ലേക്ക് പോകും. അപ്പം നിനക്ക് ഒരു എന്റർടൈൻമെന്റ് പാർട്ടൊന്നുമില്ല, ഒരു ഫൺ എലമെന്റ് ഒന്നും ഇല്ലേ ഇതിന്റെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ? ഫൺ എലമെന്റ് ഉണ്ട് ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞില്ല 10+ വരെ എനിക്ക് കാര്യമായിട്ട് ഒന്നുമില്ല. അതായത് ഞാൻ പറഞ്ഞ എന്താ നിന്റെ ടൈം പാസസ് ഒക്കെ എന്തൊക്കെയായിരുന്നു? ടൈം പാസ് എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ. ഞാൻ ഷട്ടിൽ കളിക്കാൻ പോയിരുന്നു, ക്രിക്കറ്റ്, ഫുട്ബോള്. പിന്നെ അതായത് സ്പോർട്സിൽ നല്ല രീതിക്ക് സമയം കളയുമായിരുന്നു. അതേപോലെ തന്നെ സിനിമ. സ്പോർട്സ് കാണാറുണ്ടായിരുന്നു? EPL ഒക്കെ കണ്ടിട്ട് പിറ്റേന്ന് പോയി അടി ഉണ്ടാക്കുക അതുണ്ടോ, അല്ലെ കളിക്കൽ മാത്രമാണ്? കളിക്കാനും പോകും. അതെ, ക്ലാസ്സിലൊരു ഫുള്ള് ഞങ്ങൾ വഴക്കൊക്കെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്പോർട്സ് പറയുകയാണെങ്കിൽ നല്ല സമയം പോകും. സ്പോർട്സിന്റെ കാര്യം ഇങ്ങനെ പോകുന്നത് ഭയങ്കര രസമാണ്. മെന്റലി ആയാലും എല്ലാത്തിനും ഭയങ്കര സ്പോർട്സിന്റെ കാര്യം. ഒരു 10 കഴിഞ്ഞതോടെ സ്പോർട്സ് അങ്ങനെ വിട്ടു. ഓക്കെ. അതെന്തുകൊണ്ടാ? എൻട്രൻസ് വീക്കെൻഡ്സ് ഒക്കെ വർക്കിംഗ് ഡേ സ്കൂളിലും വീക്കെൻഡ് നീറ്റിലും. മനസ്സിലായി. ആൻഡ് അതിന് ഓക്കെ. ഇപ്പോൾ അപ്പം JEE ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു സമയം ഉണ്ടല്ലോ, അപ്പൊ ഇപ്പൊ എന്താ സിനിമ കണ്ടോണ്ടിരിക്കുകയാണോ? ഇപ്പൊ ഞാൻ വല്ലപ്പോഴും സിനിമ കാണും, ബുക്ക് വായിക്കും. പിന്നെ വീട്ടില് എനിക്ക് ഫാമിലിന്റെ ഇരിക്കാൻ അത്യാവശ്യം രസമാണ്. അനിയത്തിയൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ അമ്മ അച്ഛൻ എന്തായാലും മോർണിംഗ് ടു ഈവനിങ് ജോലിക്കായിരിക്കുമല്ലോ അല്ലേ? അനിയത്തിയായിട്ട് കഥ. അനിയത്തി എന്താ സ്ഥിതി? ഹൗ ഇസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഹർ? അനിയത്തി രസമാണ്. ഇടയ്ക്കിടയ്ക്ക് പിച്ചുമ്മ ഇതൊക്കെ തന്നെ ഫുള്ള് വഴക്കാണ് മൊത്തത്തിൽ. പൊതുവെ വഴക്കം വെറുപ്പിക്കലൊക്കെ തന്നെ. അനിയത്തിക്ക് ചേട്ടനോട് ഒരു ആരാധനയൊക്കെ ഉണ്ടോ? ലൈക്ക് അവൾക്ക് ചിലപ്പോഴൊക്കെ ഭയങ്കര, അതായത് അവളുമില്ല ഏറ്റവും മോശക്കാരൻ ഞാൻ പറയുന്നത്. പക്ഷെ ബാക്കികൾ ചോദിക്കുമ്പോ ഏറ്റവും നല്ലൊരു അത് അവളിപ്പോ ഇടയ്ക്ക് ചോദിക്കും, ഏട്ടാ നീ എന്തിനാ പോകുന്നത്, വല്ലവരും പഠിക്കാൻ പോകണ്ടോ, കുട്ടികളൊക്കെ ചോദിക്കാൻ എന്താ ചെയ്യണം, ഞാനെന്താ പറയാനാണ്. അതേപോലെ ഇവള് വേറെ എന്റെ കൂട്ടുകാരായിട്ട് നിന്റെ ചേട്ടൻ ഞാൻ നോക്കുമ്പോ അവള് നോക്കുമ്പോ ഞാൻ ആഴ്ചക്കാഴ്ച എക്സാം എഴുതാൻ പോവാ. ഇങ്ങനെ വീട്ടിലെന്ന് ശേഷം ഇങ്ങനെ ഓരോ JEE, NEET, CUT, COSAT എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ എക്സാം. അപ്പൊ അവള് പോയിട്ട് അതിനകത്ത് എടി നിന്റെ ചേട്ടൻ എന്ത് എക്സാം എഴുതുന്നത്? അപ്പൊ അവളുടെ ചേട്ടൻ കോളേജ് പഠിക്കുകയാണ്. എടി എന്റെ ചേട്ടൻ കോളേജ് പഠിക്കുക, എന്റെ ചേട്ടൻ എക്സാം എഴുതാൻ പോകുന്നത്. അവൾക്ക് ഐഡിയ ഇല്ല ആകെ മൊത്തം. അതായത് എന്തൊക്കെയൊക്കെ റാങ്ക് JEE വരുമ്പോ phase 1 ഒരു റാങ്ക്, phase 2 ഒരു റാങ്ക്, അഡ്വാൻസ് വേറൊന്ന്, അതിന്റെ ഇടയ്ക്ക് ഐസർ, ഇതൊക്കെ കഴിഞ്ഞിട്ട് മൊത്തം ഒരു കൺഫ്യൂഷനിലേക്ക് അവളുണ്ടായിരുന്നു. ആരൊക്കെ അവൾക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്താ ചെയ്യുന്നത്. ഇപ്പോഴാണ് ഒന്ന് റെഡി. ഞാൻ പറഞ്ഞു ആരെ ചെയ്ത് ഈ കോളേജിന്റെ പേര് പറഞ്ഞാൽ മതി. റൈറ്റ്. ഓക്കെ. അപ്പം റിദിൻ ഇപ്പം ഇവിടെ എത്തിയപ്പോൾ ഹൈസ്കൂള് ഒരൊഴപ്പി വായി നോക്കി നടന്ന, പക്ഷെ ഫുൾ A+ ഉണ്ടാവുമായിരിക്കും അല്ലേ? എല്ലാവർക്കും കിട്ടുന്ന സാധനമാണ്. ഓക്കെ. പയ്യൻ +1 നീറ്റിന് ചേർന്നു, ഉഴപ്പിയ പയ്യൻ +2 നീറ്റിൽ നിന്ന് മാറി പെട്ടെന്ന് എന്താണ് +2 കഴിഞ്ഞപ്പം JEE ഒക്കെ എത്തി. ഇപ്പം വിചാരിച്ച ഡ്രീം ക്യാമ്പസിലേക്ക് എന്താണ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പാസ്റ്റ് ഇങ്ങനെ റീവൈൻഡ് ചെയ്യുമ്പോൾ എന്താ നിനക്ക് തോന്നുന്നത്? അതായത് ലൈക്ക് ഡ്രീം ചെയ്താൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഡ്രീം ചെയ്താൽ എന്തായാലും കിട്ടുന്നതാണോ, അല്ലെങ്കിൽ എന്താ
അതേപോലെ നമുക്ക് ഡ്രീം ചെയ്തപ്പോൾ ഉറപ്പായിട്ട് കിട്ടും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ എന്നെ പോലെ തന്നെ ഇപ്പൊ ഞാൻ ഡ്രീം ചെയ്ത പല കാര്യങ്ങളും ചിലപ്പോൾ +1 +2 എത്തുമ്പോൾ എനിക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. കാര്യം ഇപ്പൊ ഞാൻ നീറ്റ് ഡ്രീം ചെയ്താണ് +2 പക്ഷെ നീറ്റ് കിട്ടിയില്ല. പക്ഷെ അതായത് ഡ്രീം ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് കിട്ടും എന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അതായത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മുടെ മുന്നിൽ വേണം. അതിൽ വർക്ക് ചെയ്യുക, കിട്ടിയാൽ വി മസ്റ്റ് ബി ഹാപ്പി. അതിന് വർക്ക് ചെയ്യുന്നതാണ് എന്താണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അതല്ലാതെ ഡ്രീം ചെയ്യാം. അതായത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇപ്പോൾ പലരും പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് എന്താണ്, ക്വസ്റ്റ്യനെ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മളൊരു കാര്യത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ മോട്ടീവ് നമുക്ക് എന്താണ് വേണ്ടത് അതായിരിക്കണം നമ്മുടെ മുന്നിൽ. അപ്പം അത് മുന്നിൽ വെക്കുക. അതിലൂടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്യാം. കൺസിസ്റ്റന്റ് ആയിരിക്കും അത്രയും. അതായത് ഇപ്പം ഞാൻ മുമ്പ് ചെയ്തായിരിക്കുമ്പോഴും ഇത് നാച്ചുറലി സംഭവിച്ചാണോ അല്ലെ നീ എവിടെ നിങ്ങൾക്ക് വായിച്ചിട്ട് കൺസിസ്റ്റന്റ് ആയതാണോ? അതായത് എനിക്ക് തോന്നുന്നത് നീ മോസ്റ്റ് ഓഫ് ദ ടൈം ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് മോസ്റ്റ് പ്രാക്ടിക്കലി ആണ് വർക്കും ചെയ്തത്. അപ്പോൾ അതൊരു വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർഡായി സ്ട്രാറ്റജി ബിൽഡ് ചെയ്താണോ, അല്ലെങ്കിൽ യു ഹാവ് ദാറ്റ് ഡ്രീം ആൻഡ് യു നോ ടു അച്ചീവ് ഇറ്റ് യു നീഡ് ടു വർക്ക്, അപ്പോൾ അങ്ങോട്ട് വർക്ക് ചെയ്യണം? അതെ, ഞാൻ മുമ്പ് സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ കണ്ടിട്ട് തമിഴിലാണ് ജസ്റ്റ് 1-2 മിനിറ്റ് കാണുമ്പോൾ ബോറടിക്കും. ചെയ്യേണ്ട ആവശ്യം ബോറടിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇങ്ങനെ പഠിച്ചാൽ എനിക്കിങ്ങനെ പറ്റും, എനിക്ക് ഇത്ര സമയം ഇരിക്കാം, ഞാൻ ബേൺ ഔട്ട് ആവും, അപ്പം എനിക്ക് റെസ്റ്റ് എടുക്കണം. അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിൽ വെച്ചാണ് പോയത്. വലിയ സ്വപ്നം കാണുന്ന കുട്ടികളോട് ഇതിന് പറയാനുള്ളത് സ്വപ്നം മാത്രം കണ്ടിട്ട് കാര്യമൊന്നുമില്ല. സ്വപ്നം നിന്റെ അതേ സ്വപ്നം കാണുന്നില്ല, നിങ്ങളുടെ അതേ സ്വപ്നം കാണുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികൾ ഇന്ത്യയിലുണ്ടാവും. അതിൽ 1000 കുട്ടികൾക്കായിരിക്കും ചിലപ്പം ഇത് കിട്ടാൻ പോകുന്നത്. അതിനൊറ്റ കാര്യമുള്ളൂ, വേണ്ടി വർക്ക് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമല്ലോ ഇതിനെ. അതായത് പല കുട്ടികളുടെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്ന് തോന്നുന്ന ഒരു ബിഗ് ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്ക് മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലമാണ്. അല്ലെ ഈവൻ ചില ടീച്ചേഴ്സിന് പോലും എന്തുണ്ട് ആ ചിന്ത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. റിതിന് എന്തായാലും കിട്ടും, ഇവരെ കൊണ്ടൊന്നും നടക്കൂല. അപ്പോൾ അതൊരു മൈൻഡ് സെറ്റ് പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ ശരിക്ക് അവർ വിചാരിച്ചാലും കിട്ടില്ലായിരുന്നോ? ചിലപ്പോൾ ഒരു വർഷം കൂടെ എടുത്തേക്കാം, കാരണം ഭയങ്കര ലേറ്റ് ആയിട്ട്. പക്ഷെ തുടക്കം മുതലേ റിതിൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ അവിടുന്ന് കുട്ടികൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കും കിട്ടുമായിരുന്നോ? ഇതിപ്പോൾ നമ്മൾ ഓട്ട മത്സരത്തിൽ എടുക്കുമ്പോൾ ഒരു 10 പേര് ഓടുകയാണെന്നുണ്ടെങ്കിൽ ആ 3 സ്ഥാനം 3 പേർക്കേ കിട്ടുള്ളൂ. പക്ഷെ എന്ന് വെച്ചാൽ ബാക്കി 7 പേരും ഓടാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ പോസിബിൾ ആയ കാര്യമല്ല. അതുപോലെ ഞാൻ നോക്കുകയാണെങ്കിലും ഒരുവിധം ക്ലാസ് കുട്ടികളൊക്കെ ഒരു ഭൂരിപക്ഷം പേർക്കും എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിലാണ്. അത് ഞാൻ വിചാരിക്കുമ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ ഞാൻ ഫുൾ ഉഴപ്പനാണ്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ പോലും ഞാൻ ഉഴപ്പനാണ് എൻ്റെ മുന്നിൽ. കാരണം എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ അപ്പുറത്തുണ്ട്. അപ്പോൾ എൻ്റെ കൂടുതലുള്ള കുറച്ച് കുട്ടികൾക്ക് എന്താണ് ഇനിയും പുഷ് ചെയ്യണം, ഇനിയും പുഷ് ചെയ്യണം, ഇനിയും പുഷ് ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ട് മാറി. അതായത് പുഷ് ചെയ്ത് ഒരു ഭാഗത്തൊരു പോയിന്റ് എത്തുമ്പോൾ ആ തോട്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നം. അയ്യോ ഇനി ഇത്ര ഉണ്ടല്ലോ, അയ്യോ ഞാൻ എന്ത് ചെയ്യും, ഇനി കിട്ടിയില്ല. ചില അത് പറയാറുണ്ട്, സാർ പ്രാക്ടിക്കലി പോസിബിൾ അല്ല, ഇത്രയും പേർക്ക് എന്തായാലും കിട്ടില്ല. ഞാൻ പൊതുവെ ടീച്ചേഴ്സ് പലപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്. അതായത് അതിപ്പം ചില കുട്ടികളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയായിരിക്കും, സാറേ സ്റ്റേറ്റ് സിലബസ് പഠിച്ചാൽ ഇതൊക്കെ കിട്ടുമോ? കാരണം അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ആൻസർ കിട്ടൂല എന്നാണ്, കിട്ടും എന്നല്ല അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സോ ദാറ്റ് ദേ ആർ ഹാവിങ് എ റീസൺ നോട്ട് ടു സ്റ്റഡി ആൻഡ് സെറ്റിൽ വിത്ത് NIT ഓർ സ്റ്റേറ്റ് ബോർഡിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയുള്ളൂ. അപ്പം ടീനേജിൻ്റെ ഒരു പ്രോബ്ലം ആണോ അത്, അല്ലെങ്കിൽ ഈ പുതിയ ജനറേഷൻ്റെ ഒരു പ്രശ്നമാണോ? അതായത് ദേ ഡോണ്ട് വാണ്ട് ടു ടേക്ക് റിസ്ക്, വർക്ക് ഹാർഡ് ടു അച്ചീവ് സംതിങ്. എന്താ എനിക്ക് തോന്നുന്നത്? അതായത് പലപ്പോഴും ഞാൻ തോന്നി കണ്ടിട്ട് അത് ഇത്രയൊക്കെ ചെയ്യണോ, ഇത്രയൊക്കെ ചെയ്താൽ അവിടെ എത്തുള്ളൂ, അതായത് ഇത്രയൊക്കെ ചെയ്താൽ അവിടെ എത്തുള്ളൂ എന്നുള്ളൊരു റിയലൈസേഷൻ അവിടെ ഇല്ല. നമുക്ക് നല്ല വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്, വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുമ്പ് അബ്ദുൽ കലാം സാർ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ യു വാണ്ട് ടു ബേൺ ലൈക്ക് എ സൺ. അതായത് അവർക്ക് ദേ വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ബട്ട് ദേ ഡോണ്ട് വാണ്ട് ടു ബേൺ ലൈക്ക് എ സൺ. ബട്ട് വൈ? അത് എനിക്ക് തോന്നുന്നൊരു ഒന്നാമതൊരു ഈ ഒരു പിയർ ഗ്രൂപ്പ് ഭയങ്കര പിൻവലിക്കാൻ തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട്, അതായത് നമ്മൾ വന്ന് പെട്ടുപോകുന്ന ഫ്രണ്ട് ഗ്രൂപ്പ് മോശമാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ നല്ലവരാവുന്നവരുണ്ട്, അവർ രക്ഷപ്പെടുന്നവരുണ്ട് ഉണ്ടെന്നെങ്കിലും മെജോറിറ്റി ഓഫ് ആൾക്കാരും പിയർ ഗ്രൂപ്പ് നോക്കുമ്പോൾ ചുറ്റും സംസാരിക്കാനും നമുക്ക് എന്തിനാ അങ്ങനെയൊക്കെ, നമുക്കിങ്ങനെ പോയാൽ പോരെ, ഇങ്ങനെ പോലെ രക്ഷപ്പെടുന്നുണ്ടല്ലോ, എങ്ങനെയാ ജീവിച്ചാൽ പോരെ, ഒരു മൈൻഡ് സെറ്റ്, ഒരു നമ്മൾ എല്ലാവരും കൂടി ഒരു ആ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് അവർ എബിലിറ്റിയോ കേപ്പബിലിറ്റി കപ്പാസിറ്റി ഒന്നല്ല, പക്ഷെ ദേ വിൽ ഡിസൈഡ് എന്താണ് നമുക്ക് ഇത്രയൊക്കെ മതി എന്നുള്ളതാണ്, എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലാണ്. ആ തോന്നലിന് പുറത്തു വന്ന റൈറ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് യു ആർ ദ ആവറേജ് ഓഫ് 5% അറൌണ്ട് യു. അത് സത്യമാണെന്ന് തോന്നില്ലേ? അല്ലേ? അതായത് നമ്മൾ അതാണ് നിനക്കിപ്പം IAS കിട്ടാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് തിങ് അതായിരിക്കും. നിന്റെ ചുറ്റുമുള്ള 5 ആൾക്കാർ എന്തായാലും കിടിലൻ മനുഷ്യന്മാരായിരിക്കും. അപ്പം അവരൊരു ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒബ്വിയസ്ലി നീ എന്തായിരിക്കും
ഒരു കിടിലൻ ഇതായിരിക്കും. അപ്പം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ, അതായത് ഇത് പഠനത്തിൻ്റെ സമയത്ത് മാത്രമല്ല അല്ലേ, ലൈഫിൽ ഏത് പോയിന്റിൽ, ഇപ്പം 10ാം ക്ലാസ്, ഇപ്പം നിനക്ക് റിഗ്രറ്റ് ഒന്നും ഇല്ലെങ്കിലും 10ാം ക്ലാസ്സിൽ അതുപോലത്തെ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയനല്ലേ. അതായത് +2 ശേഷം, +2 നിന്റെ കൂടെ ഇപ്പോൾ ഫവാസ്, ഒലീവിയ തുടങ്ങിയ ആൾക്കാരൊക്കെ കുറച്ചും കൂടെ നേരത്തെ ലൈഫിലുണ്ട്, അവരോട് നിങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പം എനിക്ക് തോന്നുന്നത് ലൈഫിൽ നമ്മൾ എവിടെ എത്തുന്നു തീരുമാനിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള മോട്ടിവേഷൻ ഈസ് ഓവർറേറ്റഡ് ബട്ട് ദ എൻവയോൺമെന്റ് മാറ്റേഴ്സ്. ദാറ്റ് എൻവയോൺമെന്റ് മാറ്റേഴ്സ്. ടീച്ചർമാരും പിയർ ഗ്രൂപ്പും പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റും, നമ്മുടെ നിലപാട് നമുക്ക് എന്തായാലും വേണം. ഒരിക്കലും ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഒരിക്കലും മാറരുത്. ഓക്കെ, പിയർ ഗ്രൂപ്പ് ഒരു കാര്യമാണ്. ഇപ്പൊ പിയർ ഗ്രൂപ്പ് അടിപൊളിയായി കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങൾ എന്ത് ചെയ്യും, അതിൽ ഉറപ്പായിട്ടും ഉണ്ടാവില്ല. അത് വന്ന് പെട്ടുക പിയർ ഗ്രൂപ്പ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മാറും. അങ്ങനെ റിദിന് അങ്ങനെ മാറിയിട്ടുണ്ടോ എജുപോർട്ട്? അല്ലെ തുടക്കം മുതലേ യു വെർ ഇൻ ദാറ്റ് ബെസ്റ്റ് ടീം ആയിരുന്നോ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ പോകുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒബ്വിയസ്ലി ഹോസ്റ്റൽ റൂമിൽ നിന്നൊക്കെ ആയിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ പിന്നെ കുറച്ച് പേര് ഇങ്ങനെ വൈബ് സംസാരിച്ച് കുറച്ച് പേര് വേറൊരു ഗ്രൂപ്പോട്ട് അങ്ങനെ പോയി ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ്. എനിക്ക് ഒരിക്കലും ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അല്ലല്ല, കറക്റ്റ്. അപ്പോൾ നീ നിന്റെ ഒരു കൂട്ടത്തിൽ നിന്നും ഓക്കെ ഇവനോട് നടന്നാൽ നടക്കൂല, ഇവൻ നെഗറ്റീവാണ്, അല്ലെങ്കിൽ ഇവൻ അങ്ങനെ ആരെങ്കിലും പേരൊന്നും പറയുന്നില്ല, അങ്ങനെ ഒഴിവാക്കിയ ഒരു ഫിൽട്രേഷൻ പ്രോസസ് നീ നടത്തിയിട്ടുണ്ടോ? ഒബ്വിയസ്ലി യെസ്. നമ്മളിപ്പോ നമ്മൾ തന്നെ സംസാരത്തിൽ തന്നെ പൊതുവെ നമ്മളൊരു വലിയ ലൈക്ക് യു മേ ലൈക്ക് ഹിം, പക്ഷെ ഇപ്പരിപാടിക്ക് എന്തല്ല ഇവൻ അങ്ങനത്തെ ഒഴിവാക്കിയ കേസസ് ഒന്ന് പറയാമോ? അങ്ങനെ കേസസ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോ സ്റ്റഡി ഹാളിൽ ചുമ്മാ ഈ രാത്രി ഉറക്കൽ ചുമ്മാ സംസാരിച്ചിരിക്കും, വേറെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അതായത് നമ്മുടെ ഒരു പിന്നെ റിപ്പീറ്ററിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈമറി പ്രയോറിറ്റി എന്തിനു തന്നെ ആയിരിക്കണം, അടുത്ത വർഷം റിസൾട്ട് ആയിരിക്കണം. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് വേറെ പല പരിപാടിക്കും പോകുന്നത് ശരിയാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഞാനും ഇടയ്ക്ക് ഇങ്ങനെ പോവാറുണ്ട്. അതായത് നല്ലൊരു എപ്പോഴെങ്കിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറി ചിന്തിച്ച് പിന്നെ തിരിച്ചു വരുന്നോണ്ട് കുഴപ്പമില്ല. അതായത് പക്ഷെ പഠിത്തത്തിന് മാറി ആ വഴിക്ക് എങ്ങനെയാ പോയി തിരിച്ച് സ്റ്റഡി ഹാളിൽ വരാതിരിക്കുക, ക്ലാസ്സിന് ടൈമിന് കയറാതിരിക്കുക, ഇങ്ങനെ. അതായത് ഇപ്പൊ പലപ്പോഴും ഇങ്ങനെ പഠിക്കാതെ ഈ സാധനം തോന്നില്ല. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന ഒരു കാര്യത്തിന് ഒരു സീരിയസ്നെസ് ചിലപ്പോൾ ഒരു ഇപ്പോഴുള്ള എൻ്റർടൈൻമെൻറ്റിനേക്കാൾ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന പ്ലഷറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലേക്ക് പോകുന്നത് തന്നെയാണെന്ന് തോന്നില്ല. ആ ഒരു ലോങ് ടേം ഗോള് പലപ്പോഴും ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോളേജിൽ കയറും വീണ്ടും അതേപോലെ ശൈലിയിലേക്ക് തന്നെയാണ് എത്തുക. അപ്പം ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത് ഇഫ് യു റിയലി വാണ്ട് ടു, അബ്ദുൽ കലാം പറഞ്ഞതിൻ്റെ വേറൊരു വേർഷൻ, എന്തെങ്കിലും കാര്യമായിട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മൾ ബേൺ ഔട്ട് ആവുക തന്നെ വേണം എന്നാണ്. ഇപ്പം എജുപോർട്ടിൻ്റെ കേസിലാണെങ്കിലും ലൈക്ക് നമ്മൾ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പഠനവും സാധനങ്ങൾ, പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് എത്തുക എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. ആൻഡ് എങ്ങനെയായിരിക്കും ഇപ്പം നിന്നോട് ഒരു കുട്ടി പ്രശ്നം, സാറേ ഞാൻ റിപ്പീറ്റ് ചെയ്തല്ല, സാറല്ല റിദിനെ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കെന്ത് പഠിക്കാനൊരു മൂഡ് കിട്ടുന്നില്ല, പലപ്പോഴും കളിക്കാനാണ് തോന്നുന്നതെന്നൊക്കെ പറയുമ്പം നീ എന്തൊക്കെയാ അവരോട് പറയാം? അതായത് കളിക്കാനാ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരും സത്യം പറഞ്ഞാൽ മറന്നു പോവുക ചെയ്യുന്നത്. അവർക്ക് എന്താണ് വേണ്ടതെന്ന് സ്വയം ചോദിക്കുക, നിനക്ക് എന്താണ് വേണ്ടത്, ഇതിന് ശേഷം നിനക്ക് എന്ത് വേണം, അതിനോട് നിനക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു ബോധം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതൊന്നും പോകുന്നത്. അതായത് ഞാനിപ്പോൾ എൻ്റെ കൂടെ പിടിച്ച കുറേ പേരൊക്കെ എപ്പോഴും പലർക്ക് റിപ്പീറ്റിനൊക്കെ പോകുന്നുണ്ട്. അവർ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതായത് പ്രയോറിറ്റി പഠിത്തത്തിൽ നിന്ന് വേറെ കാര്യങ്ങളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് സ്വയം ചോദിക്കുക. അതായത് പലപ്പോഴും ഇപ്പോൾ ഒരു മോട്ടിവേഷൻ ആയാലും ഒരു ഇതൊക്കെ ആയാലും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. നിനക്ക് എന്ത് വേണം, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ആ ഒരു തോട്ട് പ്രോസസ്സിലോട്ട് എത്താത്തതിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിങ്ങനെ എന്താണ് സെൽഫ് മോട്ടിവേഷൻ കുറേയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പം അതിനെ ഓവർകം ചെയ്യുക, അത് മനസ്സിലാക്കുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക, യു പ്രൊസീഡ് ടു യു കണ്ടിന്യൂ വർക്ക്. റിതുവിൻ്റെ ആ ഒരു വർഷത്തെ ജേണിയിൽ എപ്പോഴെങ്കിലും ഒരു ലോങ്ങർ പീരീഡ്, ഒരു മോർ ദാൻ 2 days ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയ, പ്രൊഡക്റ്റീവ് അല്ലാത്ത നമ്മൾ മെൻ്റലി ഡൗൺ ആവുന്ന പാർട്ടല്ല ഞാൻ പറയുന്നല്ലാതെ ഈ പറയുന്ന അവരുടെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എപ്പോഴെങ്കിലും ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു? അത് ഇടയ്ക്ക് ഇങ്ങനെ വെക്കേഷൻ വരില്ലേ, അതായത് ഇത്ര 2-3 ദിവസം മുമ്പ് വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു 2-3 ദിവസം അത്യാവശ്യം ഞാൻ അങ്ങനെ കാര്യമായിട്ട് നോക്കാറില്ല. തിരിച്ചു വരുമ്പോൾ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. ഇല്ല, ഹാങ് ഓവർ വന്നു മുതൽ സ്വിച്ച് ഇട്ട പോലെ. അതേ ട്രെയിൻ, അത് ഞാൻ കുറച്ച് ജേർണി ഉണ്ട് പാലക്കാട് നിന്ന് കോഴിക്കോട്, അതിനുള്ളിൽ തന്നെ ഒരു സെറ്റാവും ട്രാൻസിഷൻ സെറ്റ്. ഓക്കെ, സിനിമയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു ലോക്കൽ ഡ്രസ് ഇട്ട് വന്ന് ട്രെയിനിൽ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സൂപ്പർമാൻ മോഡിലേക്ക് ആയിട്ടുണ്ടാവില്ല അത് വിഷ്വലൈസ്. ഓക്കെ, ആൻഡ് റിതിന്റെ സ്ലീപ്പ് എങ്ങനെയാ?
സ്ലീപ്പിന് എനിക്ക് ഇടയ്ക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. അതായത് എനിക്ക് ഇനിയും പുഷാണ്, ഞാൻ എൻ്റെ മനസ്സിലെ കുഴപ്പമാണ്. അതുകൊണ്ട് ഇനിയും ഞാൻ പഠിക്കണം, ഇനിയും പഠിക്കണം എന്നുള്ള തോട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു കുറച്ചൊരു സമയം ഒക്കെ 5.5 മണിക്കൂറൊക്കെ ആയിരുന്നു. പിന്നെ ടൈമിംഗ് പറയുന്നുണ്ടെങ്കിൽ ഒരു മുമ്പ് ഞാൻ വിചാരിച്ചു രാവിലെ നേരത്തെ എനിക്ക് പഠിക്കണം നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അന്നൊക്കെ ഞാൻ അത് ട്രൈ ചെയ്തു. പക്ഷെ പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ പഠിക്കാനുള്ള കാര്യം കൂടി വരുന്നതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ രാത്രി ഒരു ദിവസം ഇരുന്ന് നോക്കുമ്പോൾ എനിക്ക് നല്ല പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒരു രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടിരുന്ന് ഒരു 11-12. അതാണ് ലേറ്റ്. ഞാൻ വിചാരിച്ചു 2 മണി 3. അതല്ല, അപ്പൊ രാവിലെ എണീക്കണ്ടേ, ക്ലാസ് അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. പക്ഷെ അത് വർക്ക് ചെയ്യൂല കേട്ടോ. അതായത് നമ്മളെ ഇഷ്ടത്തിന് ഇപ്പം എഡ്യൂപോർട്ടിന്റെ കേസിൽ ഞാൻ പറയണം, അതായത് നമ്മളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ക്ലാസ്സിൽ വേണേ കയറിയാൽ മതി എന്നൊക്കെയാണ് ഈ പറയുന്നത്. 2 മണി 3 മണി വരെ പഠിച്ചിട്ട് രാവിലെ ഒരു 8 മണിക്കൊക്കെ എഴുന്നേറ്റ് ക്ലാസ്സിൽ പോകാൻ സ്വന്തമായി പഠിക്കുന്നവർക്ക് വർക്ക് ചെയ്യും. പക്ഷേ അവിടുത്തെ കേസിൽ നീ 12 മണിക്ക് മുന്നേ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും 5 മണിക്ക് എന്ത് ചെയ്യും, വാർഡൻ വിളിക്കും. ആ വിളിക്കുമ്പോൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ കൂടി നിങ്ങളുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവും. അതും കഴിഞ്ഞിട്ട് ക്ലാസ് കിടന്നുറങ്ങാനേ പറ്റുള്ളൂ അല്ലേ ശരിക്കും. അപ്പം ഒരു 11 to 12 ഇതാക്കിയിട്ട് രാവിലെ ഒരു 5.5 hours സ്ലീപ്പ് കിട്ടുന്ന രീതിയിലാണ് ത്രൂ ഔട്ട് പോയത്. ദാറ്റ് മേക്ക് സെൻസ്. ആൻഡ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണോ? ഇല്ല, ഇപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ പോയി തുടങ്ങി. ഇനി റെഡി ആക്കി എടുക്കാം, കോളേജിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് റെഡി ആക്കി എടുക്കാം. ഇപ്പോൾ ഒരു 7 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഉറക്കം. ബട്ട് ലേറ്റ് നൈറ്റ് ആണ് അങ്ങോട്ടേക്കാണ്? മോർണിംഗ് ആണ്. മോർണിംഗ് കുറച്ചും കൂടെ ലേറ്റ്, കാരണം ഇപ്പോഴെല്ലാം ഉറങ്ങാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ NIT-യിലോ അല്ലെങ്കിൽ ഒരു പരിധിയിൽ IIT-കളിലൊക്കെ ആണെങ്കിലും ക്യാമ്പസ് ലൈഫ് ഭയങ്കര വൈബായിരിക്കും. ഭയങ്കര ഒരു വൈബ് സാധനം ഉണ്ടാവും. IISc ഞാൻ 3-4 തവണ പോയിട്ടുണ്ട്. എപ്പോഴും ഒരു സീരിയസ് എൻവയോൺമെൻറ്റ് പോലെ പലപ്പോഴും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അന്ന് BS കോഴ്സുകൾ ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അവിടെ ഓൺലി MTech മുതൽ മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതും ഒരു റീസണൊക്കെ. ചിലപ്പോൾ ഇപ്പോൾ അവിടെ എന്തായിരിക്കും നമ്മളെ തത്വയും രാഗമൊക്കെ പോലെ കൾച്ചറൽ ഫെസ്റ്റും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു സമയത്ത് കുറച്ച് എൻജോയ് ചെയ്യുന്നതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല തന്നെയാണ് എനിക്ക്. ഞാൻ ഒരു 20 വർഷത്തിന് ശേഷം ഋതിനെ എവിടെ നമ്മൾ കാണാം? 20 വർഷത്തിന് ശേഷം എനിക്ക് ആഗ്രഹം ഒരു പ്രൊഫസറായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. അതായത് റിസർച്ച് ചെയ്യുന്ന പ്രൊഫസറായിട്ട് ആ ഒരു രീതിയിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയ. ഇന്ത്യയിലായിരിക്കോ? അതിന്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു പറയാൻ പറ്റില്ല. അതായത് എനിക്ക് ഏതാണോ എനിക്ക് കിട്ടുന്ന ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ ആയാലും കുഴപ്പമില്ല, എബ്രോഡ് ആയാലും കുഴപ്പമില്ല. ഭാരതം എന്നുള്ള ആ സാധനമൊന്നുമില്ല. ഇല്ല അങ്ങനെയില്ല. എനിക്ക് എവിടെയാണോ സയൻസിന് എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ഈ ജേർണിയിൽ എന്താ പാരന്റ്സിന്റെ റോള്? പാരന്റ്സിന്റെ റോള് അതായത് എല്ലാത്തിനും ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അമ്മയും അത്തയും തന്നെയാണ് എൻ്റെ എല്ലാ സപ്പോർട്ടും. ബേസിക് ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നവരാണ്. കാര്യം ഇപ്പോൾ അവരെന്നെ പ്രതീക്ഷയല്ല വെച്ചത്, എന്നെ വലിയ വിശ്വാസമാണ്. അതായത് അത് നന്നാവും തോന്നുന്നല്ല. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ പറയും, കാരണം ഈ മാർക്ക് ഇത്ര കാരണം ഈ റാങ്ക് ഇത്ര കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞാണ് IAS പ്രതീക്ഷിക്കേണ്ട, കിട്ടില്ല, കഴിഞ്ഞ വർഷത്തിനാ പോയെന്ന് പറയുമ്പോൾ അത് നോക്കണ്ട, റിസൾട്ട് വന്നിട്ടില്ലല്ലോ, കിട്ടും, നീ പേടിക്കരി. അവിടെ തൊട്ട് അതായത് ഇതിന് മുന്നേ തൊട്ട് ഒരു അവരുടെ ആഗ്രഹം. ഇപ്പൊ ഇടയ്ക്ക് അമ്മ തമാശയിൽ പറഞ്ഞു, നീറ്റ് എങ്ങനെ എഴുതി, നീറ്റിന്റെ റാങ്ക് ഫോൺ നമ്പർ പോലെ വന്നു അപ്പം ഈ വർഷത്തെ. അപ്പം നിനക്ക് എങ്ങനെ നീറ്റിട്ട് ഞങ്ങൾ നീറ്റിനെ വിടുള്ളായിരുന്നു തമാശ പോലെ പറഞ്ഞു. അമ്മേന്റെ മനസ്സിൽ അപ്പോഴും ചെറിയൊരു ആഗ്രഹമുണ്ട്, കാരണം കഴിഞ്ഞ വർഷം നല്ല സ്കോറുകളുണ്ട്, ഫിസിക്സും കെമിസ്ട്രി എന്തായാലും ഇവിടെ പഠിക്കുന്നുണ്ട്, ബയോളജി കുഴപ്പമില്ലാണ്ട് ചെയ്ത്. അഥവാ നീറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യണം? അമ്മ വിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലേ? അമ്മയ്ക്ക് പിന്നെ ആഗ്രഹമാണ്, പിന്നെ എന്നെ വീട്ടിൽ കാണണം, അങ്ങനെ നല്ല ഫാമിലി ആയിട്ടിരിക്കണം എന്നൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായി. അതായത് ഇങ്ങനെ അമ്മ ഞാൻ എന്താന്ന് വന്നില്ല വെച്ചപ്പോൾ അമ്മ പറഞ്ഞു, നീ വലുതായിട്ട് വല്ല കണ്ടുപിടുത്തം നടത്തുമ്പോൾ മീഡിയന് മുന്നിൽ വരാം. അമ്മേനെ എന്തായാലും ഒന്ന് കാണണം. പിന്നെ അടുത്തൊരു പാർട്ട് എന്താ വെച്ചാൽ, ഞാൻ കാണാൻ എൻ്റെ ഉമ്മ ടീച്ചറായിരുന്നു. ആൻഡ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഹൂസ് പാരൻസ് വെർ എഡ്യൂക്കേറ്റഡ് അറ്റ് ദാറ്റ് ടൈം. അപ്പം ഞങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഗൈഡൻസ് ഒക്കെ കിട്ടും. ഓക്കെ, അതേ സമയത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ പലപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിൽ അവർ കയറി ഇടപെട്ടത്. ഇപ്പം എന്നോട് ഞാൻ കഥ പറയുന്നതാണ്, +1 എന്തായാലും സയൻസ് എടുക്കണം, എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ട് അത് ബയോ സയൻസ് എടുക്കണം, നിനക്ക് ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം എന്നുള്ള. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പലപ്പോഴും എന്നൊന്ന് വെറുതെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ജീവിക്കാൻ സമ്മതിക്കുന്നുള്ള ആ ഒരു മോഡ് അറ്റ്ലീസ്റ്റ് മനസ്സിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതൊരു എനിക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വീട്ടുകാർ അമ്മയത്തേം പറഞ്ഞു നീറ്റിന് പോകണം, ഞാൻ പറഞ്ഞു ജയിക്കണം. അപ്പൊ ആ ഒരു ക്ലാഷും സംഭവം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു, അവർ കൺവിൻസ്ഡ് ആയി, ഞാനും എനിക്ക് ഹോപ്പ് ഉണ്ടായി. ഇത്ര നാൾ ഉണ്ടായിട്ടില്ല. അവർ സ്ട്രിക്റ്റ് പാരന്റ്സ് ആണോ ഫ്രം 4ാം ക്ലാസ് മുതൽ ആലോചിക്കുമ്പോൾ? അല്ല, എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചേരും. അതായത് അവസാനം അടി കിട്ടിയത് എപ്പോഴായിരുന്നു?
7ാം ക്ലാസ്സിലായിരുന്നു. 7ാം കഴിഞ്ഞ ക്ലാസ്സിൽ ആഴ്ച ഇപ്പോഴും തന്നെ അമ്മ ഇപ്പൊ അടിയിട്ടുന്ന പാരൻസിന് അനിയത്തിന്റെ ഓക്കെ. അതൊക്കെയാണ് പരിപാടി. 7ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും അല്ലേ? അതിനുശേഷം ഇല്ലില്ല. പിന്നെ നീ അതിന് മാത്രം ഒരു കച്ചറയായിരുന്നു, അതായത് അങ്ങനെ ഏതെങ്കിലും പോയിന്റ് തോന്നിയിട്ടുണ്ടോ? ഇത് വേറെ ഏതെങ്കിലും അച്ഛനും അമ്മയാണെങ്കിൽ എന്തായാലും എനിക്ക് അടി കിട്ടിയേനെ, ഇവരായണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവം? 6ൽ 7ലൊക്കെ അത്യാവശ്യം ഉറപ്പായിരുന്നു. പടിയും കിട്ടിയിട്ടുണ്ടല്ലോ. അതിനാണ് ഇപ്പൊ +1 നീ ചെയ്ത ഒപ്പിച്ച കുരുത്തക്കേടിലെ കിട്ടാത്ത മാർക്കിനൊക്കെ ചീത്ത അറിയാറുണ്ടോ? ചീത്തൊക്കെ ഇന്നലെ കൂടി പറഞ്ഞു. ചീത്തൊക്കെ ഒരു ചെറിയ പ്രശ്നം കേട്ടോ. ചില നാടുകളിൽ ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറി വിളിക്കാണ്. ഞാൻ ഏതോ ഒരു വോയിസിലെങ്ങനെ റിപ്പീറ്റർ ബാച്ചിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്, നിങ്ങളിങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും കുട്ടികൾ നല്ലോണം ചീത്ത അറിയും എന്നൊക്കെ പറഞ്ഞ് പാരൻസിൻ്റെ വോയിസ് ആയിരുന്നു. പിന്നെ മിസ്സേ വഴക്ക് പറഞ്ഞോട്ടെ, പക്ഷേ ചീത്ത പറയരുത്. അപ്പോൾ ഞാൻ രണ്ടും ഒന്നല്ലേ അല്ലല്ലോ. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം. അപ്പം വഴക്ക് പറയാറുണ്ടോ? വഴക്കൊക്കെ ഇന്ന് രാവിലെ കൂടി പറഞ്ഞു. എന്തിനാ? അത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കത്തെ ഇങ്ങോട്ട് പോവാ. അതായത് ഞാൻ വെറുതെ ഇങ്ങനെ ട്രെയിനിലൊക്കെ കയറുമ്പോൾ ബാക്കിൽ നിന്ന് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ ഇപ്പോഴും പറയാറുണ്ട്. യു ക്യാൻ ഫീൽ ദാറ്റ് അവരൊരു നിന്നോടുള്ള ഇഷ്ടം നിനക്ക് എപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നോ? എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇന്നിപ്പോൾ ട്രെയിനിൻ്റെ കേസ് പ്യുവർലി ഔട്ട് ഓഫ് ലവ് ആയിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവില്ലേ? ആ ഒരു സാധനം നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു? അതെ, എപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് കസിനിട്ട് പോയപ്പോൾ ഈ ചെറിയ തലവേദന ഞാൻ അവിടെ കടന്നു. അമ്മയെത്തി ആകെ അത് എല്ലാ പാരൻസും ഉണ്ടാവുമായിരിക്കും. കാരണം മക്കൾക്ക് എന്തെങ്കിലും. എൻ്റെ അമ്മ നേഴ്സാണ്. ഇപ്പൊ എനിക്ക് അമ്മേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഇവിടെ ഒരു സലൈവറി ഗ്ലാൻഡ് വീങ്ങിപ്പോയിട്ട് ഞാൻ അഡ്മിറ്റ് ആയിരുന്നു. അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പേടി. അമ്മ സീനിയർ നഴ്സിംഗ് ഓഫീസറാണ്. എത്ര 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ മോനെ കുത്തി നോക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ഇത്ര എനിക്കൊന്നിപ്പോ. നീ ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ പാരൻസും അങ്ങനെയായിരിക്കും, പക്ഷെ ശരിക്കും അങ്ങനെ അല്ലാത്ത പാരൻസ് ഉള്ളതുപോലെ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ടല്ലോ. ലൈക്ക് കുട്ടികൾക്ക് അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം ഫീൽ ചെയ്യാത്ത, അല്ലെ പാരൻസ് തന്നെ വലിയ കാര്യമില്ല, അങ്ങനത്തെ നിനക്ക് തോന്നിയിട്ടില്ല? നിന്റെ ഫ്രണ്ട്സ് സർക്കിളിലോ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത്? എനിക്ക് പലപ്പോഴും ഞാൻ ഒരു സ്കൂളിൽ കുട്ടികളൊക്കെ പറയുമ്പോഴൊക്കെ, അതായത് ഇപ്പോൾ ചെറുപ്പത്തിൽ എനിക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതായത് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ വീണ് ചോര ഇങ്ങനെ വിളിക്കണ്ടാവും എവിടെ കണ്ടിട്ടോ. അപ്പോൾ വീട്ടിൽ പറയില്ല എന്താ വീട്ടുകാർ തല്ലും. ഞാൻ തല്ലുന്ന എന്തിനാ? വീണിട്ട് ചോര വിളിച്ച് നിൽക്കുക, വീട്ടുകാരെ തല്ലും. അപ്പം ഞാൻ മുമ്പ് ഇപ്പോൾ താമസിച്ച് കുറച്ച് ഐസൊലേറ്റഡ് ഏരിയയിലാണ്. അന്നൊരു 7 പേരൊക്കെ അത്യാവശ്യം കമ്മ്യൂണിറ്റി ആയിരുന്നു. ഒരു അപ്പാർട്ട്മെന്റ് ഒരു സെറ്റപ്പ് ആയിരുന്നു, ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുട്ടികൾ തല്ലും നിലവിളിക്കുന്നൊക്കെ ഇരുന്ന് കേൾക്കാൻ പറ്റാറുണ്ട്. അതായത് ഒരു പാരന്റിങ് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ടാസ്കാന്ന് വേണം പറയാൻ. അതായത് കുട്ടികളിങ്ങനെ നോക്കുക. ഇപ്പം എൻ്റെ വീട്ടിൽ കുടുംബക്കാരാണെങ്കിലും കുട്ടികൾ നോക്കുക, എനിക്ക് പലപ്പോഴും എനിക്ക് ദേഷ്യം തോന്നാറുണ്ട്. കാര്യം കുട്ടികൾക്ക് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ എടുത്ത് കൊടുക്കുക എന്നുള്ളത്, ചെറിയ കുട്ടികൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ പരിപാടി തൊട്ട് ഇങ്ങനെ എന്തെങ്കിലും അവർ പറഞ്ഞ കേൾക്കുന്നത്, ഈ ഒരു ഫിസിക്കൽ ടോർച്ചർ അടിച്ച് നന്നാക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ. അത് നിനക്ക് ഇങ്ങനെ തോന്നി ഇങ്ങനൊരു റിലേഷൻ ഉണ്ട്, അതായത് പാരൻസുമായിട്ട് അത്ര നല്ല റിലേഷനിലല്ലാത്ത, അല്ലെ പാരൻസ് നമ്മളെ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ കരുതുന്ന കുട്ടികളുടെ ക്യാരക്ടറിലോ അക്കാഡമിക് പെർഫോമൻസിലൊക്കെ മോസ്റ്റ്ലി പ്രോബ്ലം ഉണ്ടാവാറുണ്ടെന്ന് ഫീൽ എനിക്ക് ടോക്സിക് റിലേഷൻഷിപ്പിൽ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു കേട്ടു, അതായത് അവളുടെ പാരൻസ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ജനറൽ അല്ല, ഈ ഒരു കുട്ടിയുടെ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു ചെക്കൻ ഇങ്ങനെ തല്ലി എന്നൊക്കെ പറയും, അഭിമാനത്തോടെ എന്ന് പറയാം. അതായത് അവനെന്നെ തല്ലിയടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോട്ട് പലപ്പോഴും പോകണമെന്ന് എനിക്ക് വരുമ്പോൾ കുറച്ച് പേരുടെ, എല്ലാവരും എനിക്ക് ജനറലി അറിയില്ല. എന്റെ പരിചയത്തിൽ അക്കാഡമിക് പെർഫോമൻസിൽ ബാധിക്കുന്ന പോലെയോ? അക്കാഡമിക് പെർഫോമൻസ് ഡിസിഷൻസിനെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോ ഈ സാർ നേരത്തെ പറഞ്ഞു ഗൈഡൻസിന്റെ കാര്യം, ഗൈഡൻസിന്റെ കാര്യമൊക്കെ വളരെ കുറവായതുകൊണ്ട് അവർക്കറിയുന്ന ഒരു സെറ്റ് ഓഫ് കോഴ്സും സെറ്റ് ഓഫ് കോളേജ് സെറ്റ് ഓഫ് പേർ ഗ്രൂപ്പിനനുസരിച്ച് മാത്രം നോക്കി അതിനപ്പുറത്തോട്ട് നോക്കാതെ ആ ഗൈഡൻസിന്റെ കുറവ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ഇതായിട്ട് എക്സ്പോഷർ ഇല്ല, കുറച്ച് പേരായിട്ട്. നിന്റെ സർക്കിൾ എപ്പോഴും ചെറുതായിരുന്നു, അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കാം പാരൻസ് ഒക്കെ ആയിട്ടുണ്ട് അല്ലേ? ആൻഡ് ഇതിപ്പോൾ കാണാൻ പോകുന്നത് ഹൈസ്കൂൾ മുതൽ മേലോട്ടുള്ള ഒരുപാട് കുട്ടികളായിരിക്കും. ഒരുപാട് സ്വപ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നിനക്ക് എന്താ പറയാനുള്ളത്? അതിപ്പോൾ ഹൈസ്കൂൾ ഇപ്പോൾ ഒരു 8, 9, 10 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, ഫൗണ്ടേഷൻ ബാച്ചിലൊക്കെ പോകുന്നവർക്കാണ് റിസൾട്ടൊക്കെ കിട്ടുക. പക്ഷേ നമ്മൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. കുറേ പരിപാടികൾ ഇപ്പോൾ എൻ്റെ അനിയത്തി ഹൈസ്കൂൾ 8ലാണ്. അപ്പോൾ ഞാൻ അവിടെ തന്നെ എല്ലാ പരിപാടിയിലും പങ്കെടുത്തു. എനിക്ക് ഏതാണ് ഇഷ്ടം അതിലോട്ട് പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പേഴ്സണലി. അതായത് ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ തന്നെ +2 കമ്പ്യൂട്ടർ സയൻസ്, ബയോ സയൻസ് അതിലോട്ട് നിൽക്കാതെ ഇഷ്ടംപോലെ കോഴ്സസ് അപ്പുറത്തൊക്കെ ഉണ്ട്, കുറേ താല്പര്യങ്ങളുണ്ട്. പിന്നെ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് കണ്ടംപററി ആയിട്ട് ഡിസിഷൻസ് എടുക്കാനും നമ്മൾ നല്ല എക്സ്പോഷർ കിട്ടേണ്ട ആവശ്യമുണ്ട് സ്റ്റുഡൻസ് നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാത്തിനും പങ്കെടുക്കുക, എന്ത് ഫെസ്റ്റ് ആണെങ്കിലും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ലൈഫ് സീരിയസ് ആവണമെന്ന് പറയാൻ തോന്നുന്നുണ്ടോ നിനക്ക് അവരോട്? കാരണം ഇപ്പോഴത്തെ പിള്ളേർ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, ഒട്ടും സീരിയസ് എല്ലാം തോന്നാറുണ്ട് എനിക്ക്.
ഇപ്പോൾ ഒരു SSLC, ഞാൻ ഒത്തിരി SSLC ഫുൾ A+ അനുമോദന ചടങ്ങിൽ പല സ്കൂളുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം 100 കുട്ടികളുടെ 80 പെൺകുട്ടികൾ, 20 ആൺകുട്ടികളുണ്ടാവും. അതേസമയം 50-50 ആയിരിക്കും ഓൾമോസ്റ്റ് എന്തുണ്ടാവും, ഒരു ജെൻഡർ റേഷ്യോ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം സീരിയസ് ആവണം. ഒരു ഡ്രീം ലോകത്താണ്, സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത്. അപ്പം അങ്ങനെ എന്താ, അതായത് ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ മുന്നിലുണ്ടാവുക ഇപ്പോൾ പാരൻസിനെക്കാളും ഇപ്പോൾ റിലേറ്റീവ്സിനെക്കാളും കൂടുതൽ ഫ്രണ്ട്സൊക്കെ നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ് സർക്കിൾ ഭയങ്കര ആളാവുക, അവിടെ മുന്നിട്ട് നിൽക്കുക, കമ്മ്യൂണിക്കേഷനിൽ മുന്നിട്ട് നിൽക്കുക, അങ്ങനെ ആ രീതിയിൽ അപ്പുറത്തേക്ക് നമ്മൾക്ക് എന്താണ് എന്നുള്ളത് പലപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്തായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും എന്നെ പൊതുവെ ആണെങ്കിലും മറ്റുള്ളവർക്ക് മുന്നിൽ ഞാൻ എങ്ങനെയായിരിക്കണം എന്നുള്ള തോട്ട് പ്രോസസ്സ്. അതെ, മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മൾ ഇങ്ങനെ നിൽക്കണം. അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്. അതായത് ഉള്ളതിൽ ഞാൻ മുന്നിട്ട് നിൽക്കണം എന്നുള്ള ഒരു കോമ്പറ്റീഷൻ. പക്ഷെ അത് വിട്ടിട്ട് നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, അതായത് നമ്മൾക്ക് വേണ്ടി നമ്മുടെ ലൈഫ്, നമ്മുടെ ഇതിലൂടെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തിങ്കിങ് വരുന്നില്ല. ഒരു സെൽഫ് തിങ്കിങ് എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ പറ്റി നമ്മളോട് നീ എനിക്കൊന്ന് ആ +2 കാലഘട്ടത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് റൈറ്റായിട്ട് ചെയ്തൊരു കാര്യം അതാണ്. ഞാനെന്ത് ഇങ്ങനെ എഴുതുന്നത്, ഇതിങ്ങനെ പോരല്ലോ. അതായത് യു ആർ ടോക്കിംഗ് ടു യുവർ സെൽഫ്. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡ്രീം കൊണ്ട് മാത്രം കാര്യമില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വെറുതെ ഒരു ഫിലോസഫിക്കൽ അപ്പം ആൺകുട്ടികളായിക്കോട്ടെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ്, ഭയങ്കര പെരിഫറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റഡ് ആയി പോകുന്ന പോലെ. ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും നമ്മൾ നന്നായിരിക്കും എന്നുള്ളതിലുപരി ബാക്കിയുള്ളവർ ഇംപ്രസ് ആവുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വരുമ്പോഴാണ് എനിക്ക് പലപ്പോഴും ഒരു ഫീൽ ആവുന്നത്. അതായത് നമ്മൾ എന്തിനും ബ്യൂട്ടി ആയിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയല്ലേ, പക്ഷെ അവർക്ക് വേണ്ടി ഇങ്ങനെ വേണം. ഇപ്പോൾ അത് പലപ്പോഴും നമ്മുടെ നിലപാട് വരെ മാറ്റി പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു നിലപാടും വേറെ ആൾക്കാർ സംസാരിക്കുന്ന നിലപാട് മാറ്റി പറയും. ഇപ്പോൾ ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നത് അങ്ങനെയല്ല, അതായത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പലപ്പോഴും ഒരു സോഷ്യൽ മീഡിയാസൊക്കെ ഭയങ്കര ബൂമായിട്ട് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെങ്ങനെ നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യും, നമ്മളായിരുന്നതിലുപരി നമ്മളെങ്ങനെ നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലോട്ടുള്ളത് തോന്നിയിട്ടില്ല, നല്ല തോന്നിയിട്ടില്ല. അപ്പം നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, നല്ല രസം ഉണ്ടായിരുന്നില്ല സംസാരിച്ചിരിക്കാൻ. ഓക്കെ, റൈറ്റ്. അപ്പം പിന്നെ റിതിൻ്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, റിതിൻ വാസ് ജസ്റ്റ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ് ത്രൂ ഔട്ട്. പക്ഷേ അതായത് ഹൈസ്കൂൾ വരെ ഉഴപ്പി നടന്ന, +1 വലിയ ഇതൊന്നും മാർക്കൊന്നും സ്കോർ ചെയ്യുക, അല്ലെങ്കിൽ +1 ഉഴപ്പിയിട്ട് +2 ബോധോദയം വന്നു. ആ ബോധോദയം കണ്ടിന്യൂസ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡ്രീം എത്ര വലുതാണെങ്കിലും എന്താ അതിനുവേണ്ടി പണിയെടുത്തിട്ടില്ലേ ഒരിക്കലും കിട്ടില്ല. അതായത് ഞാനിപ്പോൾ ഏതോ റീലിലൊക്കെ ഉണ്ട്, അതായത് ട്രൈ ചെയ്യാത്തപ്പോൾ ഷുവറാണ് എന്ത് സാധനം കിട്ടില്ല എന്നുള്ളത്. അപ്പം ട്രൈ ചെയ്താൽ അവിടെ അല്ലെങ്കിൽ എന്താ ഇഫ് യു എയിം അറ്റ് സ്റ്റാർസ് അറ്റ്ലീസ്റ്റ് യു ലാൻഡ് ഓൺ മൂൺ എന്നാണ് പറയുക. അതായത് എന്താ നക്ഷത്രങ്ങൾ എയിം ചെയ്താൽ എന്ത് ചെയ്യും, മൂണിലെങ്കിലും എത്തും. ഇതിന് IAS എയിം ചെയ്തു, ഒരുപക്ഷെ ചിലപ്പോൾ എന്തായിരിക്കും NIT-ലെങ്കിലൊക്കെ ആയിരിക്കും അവസാനിപ്പിക്കലുണ്ടാവും. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ത്രൂ ഔട്ട് നിൽക്കുക. ഇവിടെയുള്ള പല ഡിസ്ട്രാക്ഷൻസ് മാത്രമാണ്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ യു വിൽ സീ ദാറ്റ് പാത്ത് അൺഫോൾഡിങ് അല്ലേ, ആ ഒരു വഴി ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് പോലെ തോന്നും. അപ്പം ഓൾ ദി ബെസ്റ്റ് റിതിൻ. പറഞ്ഞതുപോലെ തന്നെ 20 വർഷം കഴിഞ്ഞിട്ട് ലോകത്തിലൊരു ബെസ്റ്റ് കോളേജിൽ പ്രൊഫസറായിട്ട് കാണാം.